മൊബൈലൊക്കെ സൈലന്റ് ആക്കി കൽബിന്റെ വാതിൽ തുറന്നിരിക്കുക. ഇത് ഹബീബിന്റെ പരിപാടിയാണ്. അത് മഹബത്തിന്റെ അലാമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. റസൂലുള്ളാഹിനെ പറയുമ്പോൾ പരമാവധി തഅലീം അതാണ്. സ്വഹാബാക്കൾക്ക് മുത്ത റസൂലിന് പറയലും പാടലും തന്നെയായിരുന്നു പണി. വലിയ സംഘായിട്ട് പാടും പറയും. കൊച്ചു കൊച്ചു വീടുകളിൽ സ്നേഹത്തിന്റെ തുരുത്തുണ്ടാക്കും, അവിടെ പാടും പറയും, ആടിനർക്കും, മാംസം കൊടുക്കും. എത്രയോ കിതാബിലുണ്ട്. എന്താ തെളിവ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ കിതാബ് നോക്കിയിട്ടില്ല എന്ന് മനസ്സിലാവില്ല. എത്രയോ കിതാബുകൾ ഞാൻ കാണിച്ചു കൊടുക്കാം. അങ്ങനെയുണ്ട്. റബീഉൽ 12 തന്നെ മധു പറഞ്ഞിട്ടുണ്ട്, മധു പാടിയിട്ടുണ്ട്. തൊലാൽ ബദ്ർ പാടിയ റബീഉൽ 12 എല്ലാരും കൂടി കൂടിയിട്ടല്ലേ ദഫടിച്ച് പാടിയത്. ഇന്നാണെങ്കിലോ തിങ്കളാഴ്ച രാവാ അല്ലെ? തിങ്കളാഴ്ച രാത്രി അല്ലെന്ന് അല്ലേ? തിങ്കളാഴ്ച രാത്രിയാണോ അതോ ഞായറാഴ്ചയോ? അപ്പൊ നിങ്ങൾ തന്നെ 2 മദ്ഹബായല്ലോ. ഈ ഞായറാഴ്ച തിങ്കളാഴ്ച വിഷയത്തിൽ 2 മദ്ഹബുണ്ടെങ്കിൽ പിന്നെ ഖുർആന്റെ വിഷയത്തിൽ 4 മദ്ഹബ്. അത്ഭുത. ഇന്ന് ഞായറാഴ്ച രാത്രിയാണോ തിങ്കളാഴ്ച രാത്രിയാണോ? തിങ്കളാഴ്ച രാവ്. ഞായറാഴ്ച കഴിഞ്ഞു, യൗമുൽ ഇസ്നൈനിക്ക് കടന്നു, തിങ്കളാഴ്ചയാണിത്. നിങ്ങൾ 12 മണിക്ക് മാറുന്ന ഒരു കലണ്ടർ ഉണ്ട്, അതാ നിങ്ങളെ തലയിലുള്ളത്. നമ്മളിത് മാരിവിന് മാറി, അങ്ങനെയാണ്. അപ്പൊ തിങ്കളാഴ്ച രാവാത്, നാളെ പകൽ, തിങ്കളാഴ്ച പകല്. തിങ്കളാഴ്ചന്റെ പ്രത്യേകത അന ഉലിത്തു ഫീഹി എന്നുള്ളതാണ്. ഫീഹി അന ഉലിത്തു, അതിലാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത്, ഞാൻ ജനിച്ചത്. ഞാൻ പ്രസവിക്കപ്പെട്ടു പറഞ്ഞാൽ എന്നെ പ്രസവിച്ചതെന്നാണ്. അപ്പൊ ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. അതാണ് തിങ്കളാഴ്ചയുടെ പ്രത്യേകത. അപ്പൊ ഈ തിങ്കളാഴ്ച തന്നെയാണ് നമ്മൾ ഇഷ്കിന് വേണ്ടി ഇരിക്കുന്നത്. തിങ്കൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അമ്പിളി എന്നാണ്. അമ്പിളി. അള്ളാന്റെ റസൂല് ജനിച്ചത് തിങ്കളാണ്. അവിടത്തേക്ക് നുബുവത്ത് കിട്ടിയത് തിങ്കളാണ്. അവിടുന്ന് മിഅ്റാജ് പോയതും തിങ്കളാണ്. അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് 6 തൗറിൽ നിന്ന് 3 ദിവസത്തെ താമസത്തിന് ശേഷം പോയതും തിങ്കളാണ്. അവിടുന്ന് മദീനയിൽ എത്തിയതും ഒരഭിപ്രായ പ്രകാരം തിങ്കളാണേ, തിങ്കൾ അമ്പിളിയാണേ. നമ്മൾ പൂർണ്ണമ്പിളിക്ക് തിങ്കൾ എന്നാ പറയാ, തിങ്കൾ അമ്പിളിയാണ്. എല്ലാം പ്രകാശത്തിന്റെ കളിയാണ്, അമ്പിളിയുടെ കളിയാണ്. മുത്തായ മുസ്തഫ അമ്പിളിയാണ്. അവിടുത്തെ സ്വഹാബാക്കൾ നക്ഷത്രങ്ങളാണ്. അവിടുത്തെ മുഅ്ജിസായ ഖുർആന് പ്രഭാമയമാണേ. അവിടുന്ന് വിളംബരം ചെയ്യുന്ന ഇൽമോ അൽ ഇൽമു നൂറുല്ലാഹ്, എല്ലാം പ്രകാശമാണ്. ഇന്ദല്ലിലാഹി മുനഅമൻ തൻഈമാ സല്ലു തസ്ലീമാ. നബി കീർത്തനം ഖൈറായ അമലാണ് സുബി, നിനക്കായി നൽകൂനാഥനോ അതിനാൽ കൊതി. നബി നായകർ ശുപാർശയും നൽകാൻ മതി, നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ റബീ വസന്തകാലമാണ്. വസന്തകാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മനുഷ്യന് ശല്യമില്ല, പ്രയാസമില്ല എന്നതാണ്. രണ്ടാമത്തെ പ്രത്യേകത, വസന്തകാലത്താണ് സസ്യങ്ങൾ മുളക്കുന്നത്, കായ്ക്കനികൾ ഉണ്ടാകുന്നത്. എന്നാൽ ഈ ലോകത്ത് ഒരാൾക്കും പരിക്കില്ലാതെ കാരുണ്യത്തിന്റെ കടലായി അലയടിച്ച പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശമാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. വസന്തത്തിലാണ് സസ്യങ്ങൾ മുളക്കുന്നത്, വസന്തത്തിലാണ് പൂക്കൾ മുളക്കുന്നത്, വസന്തത്തിലാണ് പച്ചറകൾ ഉണ്ടാകുന്നത്, വസന്തത്തിലാണ് ഭൂമി പ്രക്ഷോഭിതമാകുന്നത്. എന്നതുപോലെ ഭൂമിയെ പ്രക്ഷോഭിതമാക്കാൻ, മനുഷ്യ ഹൃദയമാകുന്ന ഭൂമിയെ ഉദ്യാനമാക്കാൻ, ആ ഉദ്യാനത്തിൽ പൂക്കൾ ഉണ്ടാക്കാൻ, തഖ്വയുടെ കായ്ക്കൾ ഉണ്ടാക്കാൻ
ഉണ്ടാക്കാൻ പടച്ച തമ്പുരാൻ പ്രത്യേകമായി ലോകത്തേക്ക് അവതരിപ്പിച്ച സമുന്നത സ്ഥാനത്തെ സൗഭാഗ്യ സമ്മാനമാണല്ലോ. ജമീൻ മുസ്കുറായി ജമാ മുസ്കുറായാ हुजूर आ रहे हुजूर आ रहे जमीन मुस्कुराई जमान मुस्कुराया हुजूर आ रहे हुजूर आ रहे गरीबों का आका यतीमों का मावा हुजूर आ रहे 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 പുണ്യവാളനായ മുസ്തഫ വന്നു. അന്തരീക്ഷം പ്രശോഭിതമായി, മാനന്തളങ്ങി മാനന്തളങ്ങി. നസീബോ കമാരാ नसीबों का मारा करम की कड़ाए हुजूर आ रहे हुजूर आ रहे. എന്റെ ഭാഗ്യം വന്നുപോയി, കാരുണ്യത്തിന്റെ കാർമേഘം വർഷിച്ചു പോയി. ഈ സദസ്സും അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. എന്റെ പ്രസംഗത്തിൽ ഞാൻ എന്റെ ബോധിക്ക് പാടുകയാണ്. ഞാൻ പാട്ടുകാരനൊന്നല്ല, പാട്ടുകാരൻ അവിടെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ ഹൃദയസ്പർക്കായ മനസ്സിലേക്ക് തേന്മഴ പെയ്യുന്നത് പോലെയുള്ള മധുരരാഗ സ്വരസുധയിലുള്ള ഇശൽ ഞാനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ യാത്രയിലൊക്കെ വണ്ടിയിൽ അല്പം റഷാദിന്റെ പാട്ട് വെക്കാറുണ്ട്, എന്നിട്ട് ഇങ്ങനെ ഊറ്റം കൊള്ളാറുണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം എനിക്കും കേൾക്കണമല്ലോ. അദ്ദേഹം ഇൻഷാ അല്ലാഹ് ഒരു പാട്ട് പാടും. പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ ഖാദിമ. അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേൽ ഞാൻ എന്ത് മാദിഹ. എന്നും മുഹിബിന്റെ മുന്നിൽ മദ്ഹത്ര പാടി ഞാനിന്നെന്ത് ജോറില. പൊന്നും നേതാവിന്റെ ചാരേ വന്നില്ലേ, നാളെ എന്താകും ബേജാറില. റൗളയിൽ പോകാനി ഖൽബോ നന്നല്ല, തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല. റൗളയിൽ പോകാനി ഖൽബോ നന്നല്ല, തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല. നീറിപ്പൂകയും മനസ്സല്ലാതില്ല, നീറിപ്പൂകയും മനസ്സല്ലാതില്ല. എണ്ണി പറയാനും തെറ്റല്ലാതില്ല. പറഞ്ഞു പറഞ്ഞു പകലിരവുകൾ കൊഴിഞ്ഞു വല്ലാതെ, പാദം ചേർക്കേണം വൈകാതെ. പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ ഖാദിമ. അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേൽ ഞാൻ എന്ത് മാദിഹ. എന്നും മുഹിബിന്റെ മുന്നിൽ മദ്ഹത്ര പാടി ഞാനിന്നെന്ത് ജോറില. പൊന്നും നേതാവിന്റെ ചാരേ വന്നില്ലേ, നാളെ എന്താകും ബേജാറില. കണ്ട് കൊതി തീർന്നതാര മദീന, കൊണ്ടുപോയത്ര ജീവൻ മദീന. ദൂരെ 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 മദീന.
വാരി പുണരുന്നതെന്നാ നബീന. പോയിരുന്നോ നിങ്ങൾ മദീന, കൈകൾ മുത്തി മണത്തോ നബീന. പോയിരുന്നോ നിങ്ങൾ മദീന, കൈകൾ മുത്തി മണത്തോ നബീന. നിന്ന് ഞാനിങ് ദൂരെ നബീന, നിന്ന് ഞാനിങ് ദൂരെ നബീന. വന്നിടാൻ യോഗ്യനാണോ മദീന, എന്നെ ഒഴിവാക്കിടല്ലേ നബീന, എന്നെ ഒഴിവാക്കിടല്ലേ നബീന. കണ്ണിലണവാക്കിടേണേ മദീന. കിനാവിൽ കാണുവാനേറെ കൊതിയായി പാപിയാണേലും വിളിക്കും ഞാൻ റസൂലല്ലാഹ്, വിളിക്കൂ യാ ഹബീബല്ലാഹ്. മഹ്ശറ കൊടും ചൂട അണയും നാളെ ബേജാറ. മഹ്ശറ കൊടും ചൂട അണയും നാളെ ബേജാറ. തണൽ നൽകാമോ റസൂലല്ലാഹ്, തണൽ നൽകാമോ ഹബീബല്ലാഹ്. കിനാവിൽ കാണുവാനേറെ കൊതിയായി പാപിയാണേലും വിളിക്കും ഞാൻ റസൂലല്ലാഹ്, വിളിക്കൂ യാ ഹബീബല്ലാഹ്. അങ്ങനെ ആകുമ്പോൾ പ്രസംഗം വല്ലാതെ നേടൂല, കാരണം ഞാൻ വല്ലാതൊരു ഷോക്കാണ് ആളാണ്. എന്താ വേണ്ടിയെന്ന് എനിക്കറിയില്ല. ഏതായാലും മദീന കണ്ടിട്ട് ആർക്കെങ്കിലും കൊതി തീരുവോ, അങ്ങനെ തീരുന്ന ആളുകൾ ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. തുടങ്ങിയ രണ്ടാമത്തെ പാട്ട് അതാണ്. റൗളയിൽ പോകാൻ കൽബ് ശരിയല്ല എന്ന ഒന്നാമത്തെ പാട്ട്. ദോഷങ്ങൾ ചെയ്തിട്ട് കരഞ്ഞിട്ടൊന്ന് തൗബ ചെയ്യാനും കൂടി കഴിഞ്ഞിട്ടില്ല എന്ന് രണ്ടാമത്തെ വരി പറഞ്ഞു. റൗള കണ്ടിട്ട് ആർക്കാണ് പൂതി തീർന്നത് എന്നാണ്. യാ അല്ലാഹ്, വല്ലാത്തൊരു വാക്കാണ്. മദീനയിൽ പോയിട്ട് ആർക്കെങ്കിലും പൂതി തീർന്നത്. ഈ മക്ക മദീന യാത്രയിലൊക്കെ തിരിച്ചു വരുന്ന ആളുകളോട് ചോദിച്ചാൽ മദീന എല്ലാവർക്കും തലയിലൊരു വിഷയമാണ്, കത്തിക്കാളുന്നൊരു വിഷയമാണ്. മദീനയോടുള്ള ബന്ധം അത് സ്വർഗത്തിൽ എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം റൂഹിന്റെ ഖിബല മദീനയിലാണ്. പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മക്കയാണോ മദീനയാണോ ശ്രേഷ്ഠത? ആ പ്രദേശം എന്നനുസരിച്ച് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് മക്കക്കാണ്. എന്നാൽ അത് ഒരു പ്രത്യേക സ്ഥലം ഒഴിച്ച മദീനയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട പ്രഭാമയമായ ശരീരം തൊട്ടു നിൽക്കുന്ന ഹുജറത്തു ഷരീഫുണ്ട്. ആ സ്ഥലം കഴിച്ചിട്ടേ ചർച്ചയുള്ളൂ. ആ സ്ഥലമോ മുത്തനബി കിടക്കുന്ന ആ സ്ഥലമോ ലോകത്തെ എല്ലാ സ്ഥലത്തേക്കാളും ശ്രേഷ്ഠമായ സ്ഥലമാണ് മദീന. അവിടെ എത്തിയിട്ട് സലാം പറയാനല്ലോ ഈ പോകുന്നത്. മക്കയിൽ നിന്ന് മദീനയിൽ പോകുന്ന ആളുകൾ കേവലം നിസ്കരിക്കാൻ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ എണ്ണം പിടിച്ചു വെക്കുകയാണെങ്കിൽ 1,00,000 മക്കത്താ ഉള്ളത്. മദീനത്തെ 1000 ഒരു പക്ഷേ ആ 1,00,000-ത്തേക്കാൾ കവച്ച് വെക്കുന്ന വണ്ണത്തിലുള്ള 1000 ആയേക്കാം. അതൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാലും മദീനയിൽ മുസ്തഫ നബിയുടെ ശരീരം തട്ടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ മേലെ ഈ ഭൂമിലോകത്തോ വാനലോകത്തോ ഒരു പ്രദേശമില്ല. ആ മഹാന്മാർക്കിടയിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനം തന്നെ മുത്തായ മുസ്തഫ കടന്നു വന്ന മക്കയാണോ ശ്രേഷ്ഠത, കിടക്കുന്ന മദീനയാണോ ശ്രേഷ്ഠത?
റസൂലുള്ളാഹിന്റെ ശരീരം തട്ടി കിടക്കുന്ന മദീനയിലെ പവിത്രമായ സൗഭാഗ്യ പ്രവിശ്യയില്ലേ, അത് ലോകത്ത് എല്ലാ സ്ഥലത്തേക്കാളും ശ്രേഷ്ഠമാണെന്ന് എണ്ണിയാലൊടുങ്ങാത്ത പണ്ഡിതന്മാർ കോറി വെച്ചിട്ടുണ്ട്. അതാണ് മദീന. മൻസാറ ഖബരി വജബത് ലഹു ശഫാഅതി. എന്റെ ഖബർ സന്ദർശിക്കേണ്ട വിധം ആരെങ്കിലും സന്ദർശിച്ചാൽ വജബത് ലഹു ശഫാഅതി, എന്റെ ശുപാർശ അവന് സ്ഥിരപ്പെട്ടതാണ്. പുനഃപരിശോധന വേണ്ട, ആശങ്ക വേണ്ട, സംശയം ഉടലെടുക്കണ്ട. ഇത് ദാർഢ്യമാക്കേണ്ട ശ്രേഷ്ഠ പ്രമാണമാണ്. മുത്തുനബിയെ ദാഹിച്ചുകൊണ്ട് മദീനയിൽ പോകുന്നവരെ, മുത്തുനബിയുടെ മദനീ ദർബാറിൽ ഖദം വെക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലി പോകുന്നവരെ, ഇൻഷാ അല്ലാഹ് ഈ ദുനിയാവും പരലോകവും ഇസ്സത്താ. കാരണം വജബത് ലഹു ശഫാഅതി, എന്റെ ശഫാഅത്ത് അവന് സ്ഥിരപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എവിടെയാണെന്ന് പറഞ്ഞില്ല. ദുനിയാവിലാണോ ആഖിറത്തിലാണോ പറഞ്ഞില്ല. അതുകൊണ്ട് മഹാന്മാര് പറയുകയാണ്, ദുനിയാവിലും നമ്മുടെ ജീവിതത്തിന്റെ സൗഭാഗ്യ മനസ്സമാധാനത്തിന് വേണ്ടി, ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി, ദാരിദ്ര്യമില്ലാത്ത ജീവിതത്തിന് വേണ്ടി, കഠോരമായ പരീക്ഷണ ചാട്ടുളി തീച്ചൂളയിൽ നിന്ന് മുക്തരാകാൻ അല്ലാഹുവിന്റെ റസൂൽ ഇടപെടുമേ. അന്ത്യം ശുഭകരമാകാൻ ഇടപെടുമേ. ഖബർ പ്രവിശാലമാകാൻ ഇടപെടുമേ. മീസാന് തൂങ്ങാൻ ഇടപെടുമേ. കിതാബ് വലങ്കയിൽ കിട്ടാൻ ഇടപെടുമേ. സുറാത്ത് പാലം വിട്ടുകടക്കാൻ ഇടപെടുമേ. കാരണം ഒരു വാപ്പയ്ക്ക് ഉമ്മക്ക് മകനോട് മകളോടുള്ള സ്നേഹത്തേക്കാൾ ഉമ്മത്തിനെ പ്രാസ്ഥാനിക കോട്ടയിൽ നെഞ്ചിലേറ്റി താലോലിച്ച് സ്നേഹിച്ച് ലാളിച്ച് ഓമനിച്ച് ഉമ്മത്തിന് വേണ്ടി കരഞ്ഞു, ഉമ്മത്തിന് വേണ്ടി തളർന്നു, ഉമ്മത്തിന് വേണ്ടി ബോധം കെട്ട് ഉമ്മത്തിൽപ്പെട്ട കരങ്കൂസുകൾ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ വലിച്ചെറിയപ്പെടുമെന്ന് കേട്ടപ്പോൾ ബോധരഹിതനായ നബിയുനാ റസൂലുള്ളാഹി പാടണ്ടേ ഉമ്മ, കേൾക്കണ്ടേ പെങ്ങളെ, പറയണ്ടേ ഉപ്പമാരെ, സംഘടിപ്പിക്കണ്ടേ ചെറുപ്പക്കാരാ. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. പാമ്പ് അതിന്റെ മാളത്തിലേക്ക് വലയും പോലെ ഈമാനുള്ളവന്റെ ഖൽബ് മദീനയിലേക്ക് വലയുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആണിയടിച്ച ദൃഢരൂഢമൂലമായ ഊതിയാൽ പാറുന്ന അപ്പൂപ്പന്താടിയല്ലാത്ത ക്ലിക്കായ ദാർഢ്യതയുള്ള ഈമാനാണെങ്കിൽ ആ ഈമാൻ ഹൃദയത്തിന്റെ അടിയിൽ വേരൂന്നിയാൽ ഞൊടിയിടയിൽ അവന്റെ ആഗ്രഹം ഇനി എനിക്കൊന്ന് മദീനയിൽ എത്തണം, എനിക്കൊന്ന് മദീന പുൽകണം, എനിക്കൊന്ന് ഹബീബിനെ കാണണമെന്ന്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. മദീനക്ക് ദാഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആ ദാഹം ഹൃദയത്തിൽ ഉടലെടുത്താൽ അവന്റെ ഹൃദയം പിന്നെ മദീനയാണ്, അവന്റെ ഹൃദയം ഉദ്യാനമാണ്, അവന്റെ ഹൃദയം പിന്നെ അള്ളാന്റെ പൊരുത്തത്തിന്റെ മന്ദറാണ്. ഇന്ന ബൈതന്നത സാകിനുഹു ലൈസ മുഅ്താജൻ ഇലാ സുറുജി. അതാണല്ലോ സ്വഹാബാക്കളുടെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന അധ്യായം. മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു മുത്തായ മുസ്തഫാന്റെ അരികിൽ വരികയാണ്. അവിടത്തെ കൈപിടിച്ച് ചുംബിക്കുകയാണ്, അവിടത്തെ ശറഫാക്കപ്പെട്ട കാലും ചുംബിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, എനിക്ക് അങ്ങയോട് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങ് എന്ത് പറഞ്ഞാലും ഞൊടിയിടയിൽ അങ്ങയുടെ കൽപ്പന ഞാൻ ശിരസാ വഹിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അപ്പ ശരിയാക്കും. എനിക്ക് അത്ര ഇഷ്ടങ്ങളോട്. ഒരു അനുയായിയുടെ ഹബീബിന്റെ മുമ്പിലുള്ള സമർപ്പണമാണ്. അപ്പൊ ലോകത്തിന് ഇത് മനസ്സിലാണല്ലോ. നമ്മളെ കാണുന്നും പറയും പോലെയുള്ള വർത്താനാണോ ഒറിജിനാലിറ്റി ആണോ ഇന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അതിന്റെ ചോദ്യങ്ങളൊക്കെ അറിയണല്ലോ. അപ്പൊ അള്ളാന്റെ റസൂൽ ചോദിച്ചു, ത്വൽഹത്തെ ഓക്കേണോ, ഓക്കേണോ പറയുന്നത്, അതോ നാവോണ്ടുള്ള അഭ്യാസാണോ, അതര വ്യായാമാണോ പറയുന്നത്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒറിജിനൽ വാക്കാണോ? അതേ മുത്തനബി, എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും മറുത്തൊന്നും ഞാൻ ചിന്തിക്കൂല, അപ്പ അടുപ്പിലാക്കുന്നു. അപ്പൊ അള്ളാഹു റസൂൽ പറഞ്ഞേ, മൂപ്പരും ബാപ്പി നല്ല ബന്ധാ, ബാപ്പാന്റെ തല എടുത്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. ഇതൊക്കെ പറയാൻ കണ്ടിക്കണ് നമ്മളാണ് പറയില്ലേ.
അത് ശരി, ഇതാപ്പ മനസ്സിലിരിപ്പില്ലേ? നിങ്ങളുമില്ല, നിങ്ങളൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളിന്ന് അറിയും നമ്മള്. ഇത് വർത്താനാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും മറുത്തൊന്നും ഞാൻ ചിന്തിക്കൂല എന്ന് പറഞ്ഞ് ബാപ്പാന്റെ തല എടുക്കാൻ പറഞ്ഞ് ആ സദസ്സിന് എണീറ്റ് ഒരൊറ്റ ഓട്ട തല എടുക്കാൻ പോവാ. പല തല എടുക്കാൻ നിങ്ങളല്ല പറഞ്ഞേ. ഇരിക്കവിടെ. ഞാനേ മോനെ കൊണ്ട് വാപ്പാന്റെ തലെടുപ്പിക്കാൻ വേണ്ടി വന്ന ആളല്ല. ഞാൻ കുടുംബം ചേർക്കണം എന്ന് പറയാൻ വേണ്ടി വന്ന ആളാ. ഞാൻ അന്നൊന്ന് ഇളക്കി നോക്കാതെയാ ഇങ്ങനെ ഉണ്ടെന്ന്. ഒന്നും കണ്ട് ഇളക്കി നോക്കിയതാ. ഇരിക്കുവാനെ എവിടെ? ഈ ആൾക്ക് പനി വന്നു. അവരുടെ വീടുള്ളത് കുബാ പള്ളിയുടെ അടുത്താണ്. നല്ല പനി വന്നു. പനി കണ്ട് കൂടി. പള്ളിയിലേക്ക് വരാതായപ്പോ, കാണാൻ വരാതായപ്പോ, ഓരോ ദിവസം പലവട്ടം കാണുമെന്ന് ആഗ്രഹമുള്ള ആളാ. കാണാൻ വരാതെ അള്ളാഹു സ്വലം അന്വേഷിച്ചു, നമ്മളെ ത്വൽഹത്ത് എവിടെയെന്ന് വെച്ചു. മുത്തനബിയെ രോഗിയാണ്, അതിശക്തമായ പനിയാണ്, കിടക്കാണെന്ന് പറഞ്ഞു. അള്ളാഹു സ്വലം സന്ദർശിക്കാൻ പോയി. സന്ദർശിക്കാൻ പോയപ്പോൾ ത്വൽഹത്ത് ഗാഠനിദ്രയിലാണ്, ഉറക്കിലാണ്. അള്ളാഹുവിന്റെ റസൂൽ വീട്ടുകാരോട് പറഞ്ഞു, വിളിക്കല്ലേ, ഇത് ത്വൽഹത്തിന്റെ ജീവിതത്തിലെ അവസാനത്തെ ഉറക്കമാണ്. ഇനി ദുനിയാവിൽ എന്റെ ത്വൽഹത്ത് ഉറങ്ങൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചൊല്ലിക്കോളൂ, നബിയുനാ റസൂലുള്ളാഹി. النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه. الله 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 الله. ഒരു 3 സ്വലാത്ത് ചൊല്ലുമോ ഈ മനസ്സൊന്നിളകാൻ, ഈ മനസ്സൊന്ന് മദീനയിൽ പതിയാൻ, പുന്നാര പൂവാൻ, ആകാര സൗഷ്ഠമുള്ള ആ പ്രഭാമേനിയൊന്ന് കിനാവിൽ കണ്ട് സായുജ്യമടയാൻ, അല്ല നേരെ ചൊവ്വേ ഒന്ന് കാണാൻ നിയ്യത്ത് ചൊല്ലി മദീന ദർബാറിലേക്ക് സ്വലാത്തിന്റെ സലൂട്ട് ഒന്ന് സമർപ്പിക്കുമോ? ആണുങ്ങൾ ഇത്തിരി ഉറക്കെ, പെണ്ണുങ്ങൾ വളരെ പതുക്കെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. പോരാ, ആ പച്ചക്കുപ്പൊന്ന് മനസ്സിലിറങ്ങട്ടെ, ആ വിരിയുന്ന കുടകളൊന്ന് ഭാവന ചെയ്യട്ടെ. ആ മനോഹരമായ പാലസ് പോലെയുള്ള വെള്ളക്കൊട്ടാരം മുന്നിൽ കണ്ടതുപോലെ, ബാബുസലാമിലൂടെ കടക്കുന്നത് പോലെ, മുത്തായ മുസ്തഫാന്റെ കദമിലെത്തിയതുപോലെ, ആ പുഞ്ചിരി കൽബിൽ തെളിയുന്നത് പോലെ, ആ കാഴ്ച കൊണ്ട് കണ്ണിൽ സുർമ വരുന്നത് പോലെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ത്വൽഹത്തിനെ വിളിക്കണ്ട, ഇത് ത്വൽഹത്തിന്റെ ദുനിയാവിലെ ലാസ്റ്റ് നിദ്രയാണ്. അള്ളാന്റെ റസൂല് തിരിച്ചു പോവുകയാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഉണർന്നാൽ അപ്പോൾ എന്നെ അറിയിക്കണേ. വൈകുന്നേരമാണ് മുത്തായ മുസ്തഫാന്റെ സന്ദർശനമെങ്കിൽ ഉണർന്നാൽ എന്നെ അറിയിക്കണേ. ത്വൽഹത്ത് രാത്രിയിലാണ് ഉണരുന്നത്. ഉണർന്ന ഉടനെ ചോദിക്കുകയാണ്, എന്റെ ഹബീബ് ഇവിടെ വന്നു പോയോ? ഓൽക്കൊക്കെ മണം പിടിക്കാൻ പറ്റിയെന്ന്, ഓൽക്കൊക്കെ മണം പിടിക്കാൻ പറ്റി. എന്റെ ഹബീബ് ഇവിടെ വന്നു പോയോ? ആ തൊല്ലത്തെ വന്നുപോയി. എന്തെന്നെ വിളിക്കാരുന്നേ? എന്റെ ഹബീബ് വന്നിട്ട് എന്തെന്നെ വിളിക്കാരുന്നേ? ഒന്നുമല്ല, വിളിക്കണ്ടെന്ന് പറഞ്ഞതാണ്, അതുകൊണ്ട് വിളിക്കായിരുന്നാണ്. പക്ഷെ നീ ഉണർന്നാല് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളാണ് എന്താ പറയാ, വേഗം പോയി കൊണ്ടുവരും, എനിക്ക് ദ്വാർക്കണം, എനിക്ക് കാണണം. ത്വൽഹത്ത് എന്നവർക്ക് ഭൂമിയിൽ സ്വർഗം മുസ്തഫ നബിന്റെ മുഖ, അതിന്റെ മേലൊന്നുമില്ല. അപ്പൊ നിങ്ങൾ വേഗം കൊണ്ടുവരും, എനിക്ക് കാണണമെന്നല്ല പറയണ്ടേ. ത്വൽഹത്ത് പറഞ്ഞ അങ്ങനല്ല, എന്റെ ഹബീബിനെ ഇപ്പൊ വിളിക്കാൻ പാടില്ല, അങ്ങോട്ട് കൊണ്ടുവരാനും പാടില്ല, എനിക്ക് പൊരുത്തല്ല എന്ന് പറഞ്ഞു. എന്തേ? അതാണ് ഇഷ്ക് എന്ന് പറഞ്ഞ അക്കലിന്റെ മേലെയാണെന്ന് പറയുന്നത്. അക്കലിയായിട്ട് വേണമെങ്കിൽ കൊണ്ടുവരണമെന്ന് പറയണ്ടേ.
ഹുബ്ബ് അക്കന്റെ ഉള്ളിൽ ഒതുങ്ങും. അത് ജമാല്, കമാല്, ഖറാബത്ത്, ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ട് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഞാനും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ഇഷ്കന്റെ മേലെയാണ്, അത് ബുദ്ധിക്ക് അതീതമാണ്. ഇവിടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാ പറയുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവരണം. കാരണം എനിക്ക് ദ്വാർക്കണം, എനിക്ക് റസൂലുള്ളാഹിനെ കാണണം. ഇനിയിപ്പോ ഇന്ന് രാത്രി മരിക്കുകയാണെങ്കിലും മുത്തനബിനെ ചുംബിച്ചിട്ട് മരിച്ചാൽ എനിക്ക് റാഹത്താ. പിന്നെ മുത്തനബി ആദ്യമായിട്ട് എന്റെ മയ്യത്ത് നിസ്കരിച്ച അതിനേക്കാൾ റാഹത്താ. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പറയുന്നത്. അതാണ് അക്കൽ പറഞ്ഞത്. പക്ഷെ ഇഷ്കിന്റെ ആള് പറഞ്ഞ കൊണ്ടുവരണ്ടാന്നാ. കാരണം അവര് ചിന്തിക്കുകയാണ്, ഈ രാത്രിയിൽ മുസ്തഫ നബി മദീനയിൽ നിന്ന് വീട്ടിൽ നിന്നിറങ്ങി എന്നെ കാണാൻ ഈ ഖുബാ പ്രദേശത്ത് എത്തിയാൽ, നടക്കുന്ന സമയത്ത് മുത്തുനബിയുടെ കാലിൽ ഒരു കല്ല് തട്ടിയാൽ, ഒരു മുള്ളു തറച്ചാൽ, ഒരു ജീവിയെങ്ങാണ്ടും ഉപദ്രവിച്ചാൽ, ശത്രുക്കളെങ്ങാനും വഴക്ക് പറഞ്ഞാൽ അത് ഈ ത്വൽഹത്തിന് സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് റസൂലുള്ളാഹിനെ എങ്ങോട്ട് വിളിക്കല്ലേ, എനിക്കത് പൊരുത്തമല്ല എന്നും പറഞ്ഞ് അന്നത്തെ രാത്രിയില് ത്വൽഹത്ത് ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹ്. അള്ളാന്റെ റസൂൽ അറിഞ്ഞു, ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു വിട വാങ്ങിയതറിഞ്ഞു. ബാപ്പാന്റെ തല എടുക്കാൻ പറഞ്ഞപ്പോൾ എടുക്കാൻ വേണ്ടി ഓടിയാളാ. റസൂലുള്ളാഹിനെ തുരുതുരാ ചുംബിക്കുന്ന ആളാണ്. റസൂലുള്ളാഹിന്റെ വേർപ്പ് മണക്കുന്ന ആളാണ്. കനവിലും നനവിലും ഉണർച്ചയിലും ഉറക്കിലും റസൂലുള്ളാഹിനെ കാണല് സ്വർഗമാക്കിയ ആളാണേ. മുത്തനബിക്ക് ജീവൻ സമർപ്പണം നടത്താൻ പ്രതിജ്ഞാബദ്ധനായ അനുയായിയാണേ. വഫാത്തായതറിഞ്ഞ് മുസ്തഫ നബി പോയിട്ട് ചോദിച്ചു, വീട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട ത്വൽഹത്ത് എന്നോട് വിടു പറഞ്ഞപ്പോൾ എന്തേ നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത്? യാ റസൂലല്ലാഹ്, ചെറിയ കുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞ് മുത്തായ മുസ്തഫാന് അറിയിക്കണ്ട എന്ന് പറഞ്ഞതാണ്. എന്തേ പറയാൻ കാരണോ? അങ്ങെങ്ങാനും രാത്രിയിൽ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഖുബാ പ്രദേശത്തേക്ക് ത്വൽഹത്തിനെ കാണാൻ വരുന്നതിനിടയില് അങ്ങയുടെ കാലിലൊരു മുള്ളു തറച്ചാൽ, കല്ല് തറച്ചാൽ, മൃഗങ്ങൾ അങ്ങയെ ഉപദ്രവിച്ചാൽ, ഒരു പ്രാണിയെങ്ങാനും അങ്ങയെ പ്രയാസപ്പെടുത്തിയാൽ, ശത്രുക്കൾ ആരെങ്കിലും അങ്ങയെ വിരട്ടിയാൽ അത് ത്വൽഹക്ക് സഹിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ് പൊട്ടി കൊച്ചുകുട്ടിയെ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞത് കൊണ്ട് മാത്രം അറിയിക്കാതിരുന്നതാണെന്ന് കേട്ടപ്പോൾ ഐനുർ റഹ്മത്തിന്റെ കൺകുടികള് നിറയുകയാണേ. കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണേ. ആനിയായുടെ ഹൃത്തടത്തിലുള്ള പ്രണയത്തിന്റെ ആധിക്യം മനസ്സിലാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ട് കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദ്വാർക്കുകയാണ്. അല്ലാ, എന്റെ ത്വൽഹത്തിനെ സന്തോഷവാനായി തൃപ്തിപ്പെട്ടവനായി നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ അതിന്റെ 10 മടങ്ങ് ഫ്രഷായ, കൃത്യമായ, വ്യക്തമായ, കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെ പ്രാസ്ഥാനിക കോട്ടയിൽ സുരക്ഷിതരാക്കി പൊതിഞ്ഞ് നമ്മെ ലാളിച്ചോമനിച്ച് ആദരിച്ച് സ്നേഹിച്ച് നമ്മെ വീർപ്പ് മുട്ടിക്കുന്ന ആളാണ്. ശഫാഅത്തിന് വേണ്ടി കാത്തിരിക്കുന്ന രാജനാണ്. പ്രാപഞ്ചിക കൊതി തീരാത്ത, പ്രാപഞ്ചിക ലോകത്തുള്ള ആശയങ്ങളുടെ അത്താണിയും ആശാകേന്ദ്രവും കൊതി തീരാത്ത ഇമ്പമായ കമ്പമായ പ്രഭയായ മുഹമ്മദുർ റസൂലുള്ളാഹ്. മരണസമയത്തിലും ഉമ്മത്തിയെ മറക്കാത്തവർ സയ്യിദുനാ നബിയെ. മരണസമയത്തിലും ഉമ്മത്തിയെ മറക്കാത്തവർ സയ്യിദുനാ നബിയെ. മറ്റെല്ലാ അംബിയാ നഫ്സി നഫ്സി, മറ്റെല്ലാ അംബിയാ നഫ്സി നഫ്സി. മഹ്ശറ സഭയിൽ റുസുലോരഞ്ചിയെ മഹൽ കാരുണ്യമേകുമേ മുത്ത് നബി. മഹൽ കാരുണ്യമേകുമേ മുത്ത് നബി. മഹമൂദ് ഉമ്മത്തി ഉമ്മത്തെന്ന ഗതി. മരണ സമയത്തിലും ഉമ്മത്തിയെ
മറക്കാത്തവർ സയ്യിദുനാ നബിയെ ധൂളിയാൽ പതയ്ക്കുന്ന മഹ്ശറിലെ ധൂളിയാൽ പതയ്ക്കുന്ന മഹ്ശറിലെ ദുരിതം ഹൈറാൻ മനുഷ്യക്കടലെ കണ്ട് കൊണ്ടർശിൽ സുജൂദാകും നബി കണ്ട് കൊണ്ടർശിൽ സുജൂദാകും നബി കൽപ്പന റബ്ബുന ശഫാഅത്തൻ നബി സ്വലവാത്ത് ചൊൽ സയ്യിദുൽ കൗനൈനിലെ സ്വലവാത്ത് ചൊൽ സയ്യിദുൽ കൗനൈനിലെ സകല വിജയം വരും അപ്പതിലെ സ്വലവാത്ത് ചൊൽ സയ്യിദുൽ കൗനൈനിലെ സകലം വിജയം വരും അപ്പതിലെ അള്ളയും മലക്കും ഫലക്കാകെ തന്നെ അള്ളയും മലക്കും ഫലക്കാകെ തന്നെ അഹ്മദ് നബി മേൽ സ്വലാത്തോതിടുന്നേ സ്വലവാത്തിന്റെ കൂലി മൗത്താകലില്ല സ്വലവാത്തിന്റെ കൂലി മൗത്താകലില്ല ശറഉം ആയത്തിൽ പറഞ്ഞ ഫളല സ്വലവാത്തിന്റെ കൂലി മൗത്താകലില്ല ശറഉം ആയത്തിൽ പറഞ്ഞ ഫളല സകലാൽ അസ്ഹാബിലും ഏകിടല്ല സകലാൽ അസ്ഹാബിലും ഏകിടല്ല സർവാൽ ഗുണം ഞങ്ങളിൽ ഏകിടല്ല മരണസമയത്തിലും ഉമ്മത്തിയെ മറക്കാത്തവർ സയ്യിദുനാ നബിയെ മറ്റെല്ലാ അംബിയ നഫ്സി നഫ്സി മറ്റെല്ലാ അംബിയ നഫ്സി നഫ്സി മഹ്ശറ സഭയിൽ റുസുലോരഞ്ചിയെ മഹൽ കാരുണ്യമേഘുമേ മുത്ത് നബി മഹൽ കാരുണ്യമേഘുമേ മുത്ത് നബി മഹമൂദ് ഉമ്മത്തി ഉമ്മത്തെന്ന ഗതി മരണ സമയത്തിലും ഉമ്മത്തിയെ മറക്കാത്തവർ സയ്യിദുനാ നബിയേ. വഫാത്തിന്റെ സമയം എല്ലാരും മറക്കണ സമയം. ആരെയാണ് ഓർമ്മ? അവനാന്റെ കാര്യത്തിൽ ബേജാറ് കൂടുന്ന സമയമല്ലോ വഫാത്തിന്റെ സമയം. മരിക്കാൻ കിടക്കുന്ന സമയത്ത്, ലാസ്റ്റ് സമയത്ത് നിങ്ങൾ വല്യമ്മാനോട് ചോദിച്ചാൽ കാണി വല്യമ്മ അറിയോന്നും മുണ്ടൂല, അല്ലെ അറിയില്ല എന്ന് പറയും. ഉമ്മ തന്നെ പറയും അറിയില്ല. ഓരോ കാര്യത്തിൽ ബേജാറും വെപ്രാളും വളരെ നിറഞ്ഞ് പൊങ്ങി പതഞ്ഞിരിക്കുന്ന സമയമാണത്. പക്ഷേ ഇവിടെ പാട്ടിൽ എന്താ പറഞ്ഞാറ് നിങ്ങള്? വഫാത്തിന്റെ സമയത്ത് ഉമ്മത്തിന്നാള് വിളിച്ചത് യാ അല്ലാഹ് യാ അല്ലാഹ്. ഹദീസിൽ കാണാത് വഫാത്തിന്റെ കാര്യം അസ്റായിൽ ഇസ്ലാം പറഞ്ഞപ്പോഴേ എനിക്ക് തടസ്സമൊന്നുമില്ല, പക്ഷെ ജിബ്രീൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ജിബ്രീൽ ആ സമയത്ത് ആകാശലോകത്ത് പോയിട്ട് സ്വീകരണ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട റൂഹ് വരുമ്പോ അതിനെ പൊതിയണല്ലോ, അതിന്റെ ആദരവുകളൊക്കെ കൊടുക്കണം. അള്ളാന്റെ അഹബ്ബാണ്. പക്ഷെ ജിബ്രീലിനെ കാണണമെന്ന് പറഞ്ഞു. ജിബ്രീൽ ഇറങ്ങിയപ്പോ എന്താ പറഞ്ഞാരോ? ജിബ്രീൽ അസ്റായിൽ ഇസ്ലാം വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പോകാൻ തയ്യാറാണ്, പക്ഷെ എന്റെ പേടി മൻ മൻ ലി ഉമ്മത്തി ബഅദി, ഞാൻ അങ്ങോട്ട് പോയാ എന്റെ ഉമ്മത്തിനാരാ? എടുത്തു നോക്ക്, ഇമാം ഗസാലി തങ്ങൾ ഒരു കിതാബുണ്ട് സക്കറാത്തുൽ മൗത്തി വശിദ്ദത്തുഹു, അതിന്റെ 17-ാം പേജിൽ ഞാൻ ഈ പറഞ്ഞ ഹദീസ് കാണാം. മൻ ലി ഉമ്മത്തി ബഅദി. ജിബ്രീലേ, ഞങ്ങൾ സ്വർഗീയ ലോകത്തേക്ക് ഉയർന്നാൽ ഈ ഭൂമിയിൽ എന്റെ ഉമ്മത്തിന് ആരാണ്? ജിബ്രീൽ. മുഖറബുൽ അംലാക്ക് ജിബ്രീലിനോട് മുത്തായ മുസ്തഫ അവസാന സമയത്ത് സങ്കടം പറഞ്ഞത് ഉമ്മത്തിന്റെ കാര്യമാണേ. മാത്രമല്ല ഇനി നാളെ റൗളയുടെ ഉള്ളിൽ നിന്ന് പ്രഭാമയവനായി എഴുന്നേൽക്കുമെന്നോ മുഹമ്മദ് മുസ്തഫ.
എല്ലാം ഒടുങ്ങിയിട്ട് റസൂലുള്ളാഹിനെ വിളിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങുന്ന രംഗുണ്ട്. ഞാൻ ഇപ്പോഴത്തെ ഒരു പ്രസംഗത്തെ പറഞ്ഞിരുന്നു. പക്ഷേ റഷാദിന്റെ പാട്ടിൽ ഇതൊന്ന് സാന്ദർഭികമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഉണർത്തുന്നത്. എല്ലാം ഒടുങ്ങിയിട്ട് അവസാനം റസൂലുള്ളാഹിനെ റൗളീന്ന് വിളിച്ചിട്ട് മഹ്ശറിലേക്ക് കൊണ്ടുവരണല്ലോ. അതിന് 4 മലക്കുകൾ രംഗത്തിറങ്ങുകയാണ്. ഒന്ന് മുഖറബായ വഹയിന്റെ ചാർജ് ഉണ്ടായിരുന്ന മലക്ക് ജിബ്രീലാണ്. 2 മഴയുടെ ഉദ്യോഗസ്ഥനായ മീകായിലാണ്. 3 സൂറന്ന കാളത്തിന്റെ ഉദ്യോഗസ്ഥനായ ഇസ്രാഫീലാണ്. റൂഹിനെ പിടിക്കേണ്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട അസ്രായിലാണ്. 4 ജിബ്രീൽ അലൈഹിസ്സലാം ഉറാക്കുണ്ട്. മീകായിൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ കിരീടമുണ്ട്. റസൂലുള്ളാഹ് ഖബറിൽ നിന്ന് പുറത്തു വരുമ്പോൾ തലയിൽ വെച്ചു കൊടുക്കാൻ നേരത്തെ റബ്ബ് തആല നിർമ്മിച്ച് വെച്ചതാണ്. പ്രകാശമയമായ കിരീടമാണ്. ബുറാക്കുമായി കിരീടവുമായി ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ സ്വർഗത്തിലെ രത്നമാണിക്യങ്ങളാൽ നിർമ്മിതമായ പ്രത്യേകമായ ആഭരണങ്ങളുണ്ട്. ഖബറിൽ നിന്ന് എണീറ്റപാടെ ആഭരണങ്ങൾ ധരിപ്പിക്കാനാണ് അസ്രായീൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ ലിവാഉൽ ഹംദുണ്ട്. മദീനയിലേക്ക് സലാം പറയാൻ വേണ്ടി പോണ കോലാണ് മലക്കുകൾ. നമ്മള് പോണതോ അവിടെ പോയിട്ട് ഇങ്ങനെ ഈത്തപ്പഴം മോതിരക്കല്ല് തെരഞ്ഞെടുക്കണം. മദീനയിലാകെ 4 ദിവസം ഉള്ളൂ. അതിൽ 2 ദിവസം ഈത്തപ്പഴം തെരഞ്ഞെടുക്കാം, 1 ദിവസം മോതിരക്കല്ലും. എങ്ങനെ മദീനയിൽ പോകുന്ന അറിയാത്ത ആളുകളായി മാറരുത്. ആയിട്ടില്ല അവിടെ പറയാം. മദീനയിൽ പോകേണ്ടതുപോലെ പോയ അങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇസ്കിൽ വളരെ ശ്രദ്ധ വേണം. ബക്കറ്റ് നമുക്ക് എടുക്കാം ഇൻഷാ അല്ലാഹ്. ചിന്തിക്കണേ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ബക്കറ്റ് ഇപ്പൊ കണ്ട എന്റെ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ട് മാറുന്നതുകൊണ്ട് യാ അല്ലാഹ് മദീനത്തേക്ക് സലാം പറയാനും മലക്കുകൾ വരുന്ന രൂപ. ഒരാള് ബുറാക്കിന് ബുറാക്ക് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിനെ കാണായിട്ട് 10,000 കൊല്ലങ്ങളോളം 10,000 കൊല്ലങ്ങളോളം കരഞ്ഞ മനുഷ്യന്റെ ബുദ്ധി കൊടുത്ത ആ സമയത്ത് കരഞ്ഞ് അള്ളാന്റെ റസൂലിനെ ദാഹിച്ച് കരഞ്ഞ, അള്ളാന്റെ റസൂലിന്റെ ഷഫാഅത്തിനെ കൊതിച്ച് കരഞ്ഞ മൃഗം എന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒന്നാണ് ബുറാക്ക്. മൃഗാണേനു. സ്വർഗം റസൂലുള്ളാഹിനെ കൊതിച്ച് കാത്തിരിക്കല്ലേ. ആ ബുറാക്കായിട്ടാ പോണേ. രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട നല്ല കിരീടമുണ്ട്. മണ്ണിൽ നിന്ന് എണീറ്റുടൻ തലയിൽ വെച്ചു കൊടുക്കാൻ. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ ആഭരണങ്ങളുണ്ട്. അസ്രായിലിന്റെ കയ്യിൽ ലിവാഉൽ ഹംദ്. പക്ഷേ ഭൂമിക്ക് ഇറങ്ങിയ എവിടെയാണ് മദീന എന്ന് വെച്ചിട്ട് എല്ലാം തകർന്ന് അടിഞ്ഞ് തമർന്ന് കിടക്കല്ലേ. എവിടെയാ മദീന? മദീനയും മക്കയൊന്നുമില്ലല്ലോ, കഅബ ഒന്നുമില്ലല്ലോ, മദീന പള്ളിയില്ല, ഒക്കെ പൊളിഞ്ഞ് തകർന്ന് കിടക്കല്ലേ. അപ്പോഴാണ് ഇങ്ങോട്ട് നോക്കും. അപ്പോഴാണ് ജിബ്രീൽ വന്നുകൊണ്ടൊരു വിളിയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സ്വലവാത്തി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി അസ്സലാം അലൈക സൈനുൽ അംബിയാ السلام عليك تقلت قيائي الله 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 الله. ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് സലാം പറയുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഈ ലോകത്ത് കോടാനക്കോടി സലാമുകൾ ഓരോ സെക്കൻഡിലും മഴയായി പെയ്തിറങ്ങുന്ന ഒരു പ്രവിശ്യയുണ്ടെങ്കിൽ അത് ഭൂമിയിലെ സ്വർഗമായ മദീനയാണ്. ഇന്ന് ലോകത്ത് 200 കോടി മുസ്ലിമീങ്ങളുണ്ട്. ആ 200 കോടി മുസ്ലിമീങ്ങള് നിർബന്ധമായി 17 റക്അത്ത് 5 വക്തിലായി നിസ്കരിക്കുന്നവരാണ്. ഈ 17 റക്അത്തുകളിലായി 9 തവണയെങ്കിലും അവർ ചൊല്ലുന്നുണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന്. അപ്പോൾ 17 റക്അത്തുകളിലായി 9 തവണ 200 കോടി ആളുകള് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ചൊല്ലുമ്പോൾ അല്ലാ 9 ഗുണിക്കണം 200 കോടി. എത്രയാണ്
1800 കോടി തവണ മദീനയിൽ അലയടിക്കുന്നതാണ് 24 മണിക്കൂറിനിടയിൽ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് മാ മിൻ മുസ്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ ഹത്താ അറുദ്ദ അലൈഹിസ്സലാം. ലോകത്തിന്റെ ഏത് ദിക്കിൽ വെച്ചുകൊണ്ട് ഏത് മുസ്ലിം എനിക്ക് വേണ്ടി സലാം ചൊല്ലിയാൽ അവർക്ക് ഞാൻ സലാം മടക്കുമേ, അത് ഞാൻ അറിയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ ജിബ്രീൽ വന്നുകൊണ്ട് വിളിക്കുകയാണ്. എവിടെയാണ് മദീന എന്നറിയില്ല, എവിടെയാണ് റൗള എന്നറിയില്ല, ഈത്തപ്പഴത്തോട്ടങ്ങളില്ല, മദീനയിലെ ബിൽഡിങ്ങുകളില്ല, ഉഹുദ് മലയില്ല, മദീന പള്ളിയില്ല. അവിടെ വെച്ചുകൊണ്ട് വിളിക്കുകയാണ്. വിളി കേട്ടപാടെ ഒരു പ്രത്യേക പോയിന്റിൽ നിന്ന് പ്രകാശം ഒരു തൂണ് പോലെ പുറത്തേക്ക് വെളിവാവുകയാണ്. അത് ആകാശം മുട്ടെ ആ പ്രകാശം സ്ഫുരിക്കുകയാണ്. ജിബ്രീൽ പറഞ്ഞു, വരൂ, ഇതാ അള്ളാന്റെ റസൂൽ കിടക്കുന്ന സ്ഥലമാണ്, ആ പ്രകാശം കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞ് ജിബ്രീൽ മലക്കുകളെ കൂട്ടി അവിടെ എത്തിയപ്പോൾ നമ്മൾ എങ്ങോട്ടാണോ ഉംറ കഴിഞ്ഞുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ മദീന മാത്രം ദാഹിച്ചുകൊണ്ട് പോകുന്നത്, നാട്ടിൽ നിന്ന് ഏത് ഫോട്ടോ കണ്ടുകൊണ്ടാ ചിരിക്കുന്നത്, ഏത് വീഡിയോ കണ്ടുകൊണ്ടാ കരയുന്നതെങ്കിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കിടക്കുന്ന മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നൊരു ഹദീസിൽ കാണാം. മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് മറ്റു റിപ്പോർട്ടുകളിൽ കാണാം. അവിടെ നിന്ന് മേലോട്ട് വളരെ കൃത്യമായ തെളിച്ചമുള്ള പ്രഭ ഉയർന്നു വന്നപ്പോൾ ജിബ്രീൽ അവിടെ എത്തിയിട്ട് സലാം പറഞ്ഞപ്പോൾ റൗള ശരീഫ് പിളർന്നുകൊണ്ട് മുത്തായ മുസ്തഫ കൃത്യമായി പൂർണ്ണമായി 1500 കൊല്ലങ്ങൾക്ക് ശേഷം പുറത്തു വരികയാ. വന്നപാടെ ജിബ്രീൽ അതാ ബുറാക്കിനെ കാണിക്കുകയാണ്. മീകായിൽ തലയിൽ കിരീടം വെച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഒരു കൊച്ചുകുട്ടി ഉമ്മാന്റെ കോന്തൽ പിടിച്ച് കരയുന്നത് പോലെ അള്ളാന്റെ റസൂല് പൊട്ടി പൊട്ടി കരയുകയാ. ജിബ്രീൽ പറഞ്ഞു, നബിയേ, ഇത് കരയേണ്ട സമയമല്ല, ഞങ്ങൾ കരയിപ്പിക്കാൻ വന്നതല്ല. ബുറാക്ക് മുന്നിലുണ്ട്, നബിയെ കയറിക്കോ. കിരീടം പടച്ചവൻ തന്നിട്ടുണ്ട്, നബിയെ തല വെച്ച് തന്നോ. ഇതാ സ്വർഗത്തിലുള്ള രത്നനിർമ്മിതമായ വളകൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് അങ്ങേക്ക് ധരിപ്പിക്കാൻ. എന്തിനാണ് അങ്ങ് കരയുന്നത്? ലിവായിന്റെ കൊടിയിതാ മുത്തേ പിടിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ തേങ്ങി തേങ്ങി കരയുകയാ. ജിബ്രീൽ പിന്നെയും ചോദിച്ചു, എന്തിനാണ് കരയുന്നത് നബിയെ? അപ്പോഴും വിളിച്ചത് പാട്ടിൽ പറഞ്ഞതുപോലെ ഉമ്മത്തി 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 അയിന ഉമ്മത്തി അയിന ഉമ്മത്തി, എന്റെ ഉമ്മത്ത് എവിടെ? ഖബറിൽ നിന്ന് ശറഫാക്കപ്പെട്ട റൗള എന്ന ഉദ്യാനത്തിൽ നിന്ന് തലപൊക്കി 1500 കൊല്ലങ്ങൾക്ക് ശേഷം ഭൂപ്രതലത്തിലേക്ക് വരുമ്പോ ആദ്യമായി നമ്മുടെ പേരാ വിളിച്ചത്. അയിന അസ്വാജി എന്ന് വിളിച്ചില്ല, അയിന ഔലാദി എന്ന് ചോദിച്ചില്ല, അയിന അസ്ഹാബി എന്ന് ചോദിച്ചില്ല. അയിന ഉമ്മത്തി, എന്റെ ഉമ്മത്തെവിടെ? എന്റെ ഉമ്മത്തെവിടെ? ജിബ്രീൽ സമാധാനിപ്പിച്ച് മുത്തുമു നബിയെ, ഉമ്മത്തി ഹിസാബിന് വേണ്ടി വരുന്നുണ്ട് നബിയെ. ഹിസാബ് എന്ന് കേട്ടപ്പോൾ പിന്നെയും കരയുകയാ. കരഞ്ഞ് കരഞ്ഞ് തേങ്ങുമ്പോൾ ജിബ്രീൽ പറഞ്ഞു, അടങ്ങി നബിയെ, സമാധാനിക്കണം നബിയെ, കരയണ്ട. റസൂലുള്ള കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കിരീടം വെച്ചു കൊടുക്കുന്നത്. ഗൾഫിലേക്ക് പോകുന്ന മകൻ ഉമ്മായെ കാണുമ്പോൾ കരയാറില്ലേ? പാന്റ് ധരിക്കുമ്പോൾ കരയാറുണ്ട്. ഉസ്താദുമാർ കന്തൂറ ധരിക്കുമ്പോൾ കരയാറുണ്ട്. 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. പക്ഷേ കെട്ടിയവളെ പിരിയുമ്പോ, കുട്ടികളെ പിരിയുമ്പോ, പെറ്റുമ്മാനെ പിരിയുമ്പോ പൊട്ടി പൊട്ടി കരയുകയാ. കരഞ്ഞോണ്ടാണ് ഞാനൊക്കെ പോയിരുന്ന കാലത്ത് കന്തൂറ ധരിച്ചിരുന്നത്. എന്റെ കാക്ക പോകുന്ന സമയത്ത് പാന്റ് ധരിക്കുമ്പോൾ കരയാറുണ്ട്. ഞാൻ സമാധാനിപ്പിക്കാറുണ്ട്. ഇങ്ങനെ സ്വർഗത്തിൽ നിന്നുള്ള വളകൾ അണിയിക്കുമ്പോ ഉമ്മത്തിന് ഓർത്തുകൊണ്ട് കരയുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ മനസ്സിലൊന്ന് കണ്ടു നോക്കൂ പ്രിയപ്പെട്ടവരെ. ആ റസൂലുള്ളാഹിനെ മറക്കാൻ
മറക്കാൻ പറ്റുമോ? ഖുർആൻ ഓതുമ്പോൾ ഉമ്മത്തി എന്ന് വിളിച്ച് കരയുകയാണ്. മക്കം ഫതഹിന്റെ അന്ന് ഉമ്മത്തി എന്ന് വിളിച്ച് കരയുകയാണ്. യുദ്ധത്തിനിടയിൽ ഉമ്മത്തിനോർത്തുകൊണ്ട് കരയുകയാണ്. പാതിരാ ദുആയിൽ ഉമ്മത്തിനോർത്തുകൊണ്ട് കരയുകയാണ്. പരിശുദ്ധമായ കഅബത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ അവസരം കിട്ടിയപ്പോ ഇപ്പൊ ഞാൻ അതിന്റെ ഉള്ളിൽ കയറുന്നില്ല. എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും കയറാൻ വേണ്ടി കഴിയില്ല. ഞാൻ കയറിയാൽ അവരാ സമയം നോക്കി കയറാൻ ശ്രമിക്കും, എല്ലാവർക്കും കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറി. ഉദോയത്തിന്റെ സമയത്ത് 100ഓളം ഒട്ടകങ്ങളെ അറക്കുകയാണ്. ഒന്ന് എനിക്ക് വേണ്ടിയാണ്, മറ്റെന്റെ ഉമ്മത്തിലെ പാവങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുകയാണ്. ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി എപ്പോഴും കരച്ചില. ഉമ്മത്തിൽപ്പെട്ട ആളുകളെ കാണാൻ കഴിയാത്തതിൽ പനി പിടിച്ച് വിറക്കുന്ന സമയത്ത് മൗത്തിന്റെ ഏതാനും സമയങ്ങൾക്ക് മുമ്പ്, അതാ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പനി പിടിച്ച് ക്ഷീണിതനായ മുത്തായ മുസ്തഫ പൊട്ടിക്കരഞ്ഞപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, മുത്തുനബിയേ, ശരീരം വിറയ്ക്കുന്ന സമയത്ത് എന്തിനാണ് കരയുന്നത് നബിയേ? പനിക്കുന്ന സമയത്ത് എന്തിനാണ് കരയുന്നത് നബിയേ? അപ്പോൾ പറഞ്ഞു, എനിക്ക് എന്റെ ഉമ്മത്തിൽപ്പെട്ട കൂട്ടാളികളെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. സ്വഹാബാക്കൾ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങൾ അവിടുത്തെ ഇഖ്വാനല്ലേ? ഞങ്ങൾ അങ്ങയുടെ കൂടെ ഹിജറ വന്നവരല്ലേ? അങ്ങയുടെ കൂടെ യുദ്ധത്തിന് പങ്കെടുത്തവരല്ലേ? അങ്ങയുടെ കൂടെ പട്ടിണി കിടന്നവരല്ലേ? അങ്ങേക്ക് വേണ്ടി താങ്ങും തണലുമായവരല്ലേ? അങ്ങേക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറുള്ളവരല്ലേ? ഞങ്ങൾ മുമ്പിൽ തന്നെ ഇല്ലേ നബിയേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതികരണോ, ഈശ്വർ റസൂലിന്റെ സദസ്സിൽ വന്നിരിക്കുന്ന ഉമ്മ, എന്നെ കേൾക്കുന്ന പെങ്ങളെ, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ലസ്തും ബിഖ്വാനി വലാകിന്നകും അസ്ഹാബി, നിങ്ങൾ ഇഖ്വാനല്ല, നിങ്ങൾ അസ്ഹാബ. പിന്നെ എന്റെ ഇഖ്വാൻ ആരാണ്? ഇന്നുവരെ എന്നെ കണ്ടിട്ടില്ല, ഞാനുള്ള സമാനിൽ ജീവിച്ചിട്ടില്ല, എന്റെ ശബ്ദം നേരെ ചൊവ്വേ കേട്ടിട്ടില്ല, എന്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പിൽക്കാലത്ത് വരുന്ന ഒരു വിഭാഗം ആളുകളാ സ്വഹാബ, അവരെ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പനി പിടിച്ച് ക്ഷീണിതനായ സമയത്ത് മൗത്തിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയിൽ സ്വഹാബത്തിനെ കരയിപ്പിച്ചുകൊണ്ട് കാണാത്ത നമ്മൾ ഓർത്തുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞ് മദീന പള്ളിയിൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ബാഷ്പമൊഴുക്കിയ സ്നേഹത്തിന്റെ സാഗരമായ മുഹമ്മദ് മുസ്തഫ എവിടെയും طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع الله 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 لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله غار ثور വീടു നെയ്ത ചിലന്തിയെ നീ ചൊല്ലുമോ ഗാർ സൗറിൽ വീടു നെയ്ത ചിലന്തിയെ നീ ചൊല്ലുമോ കാവലായി കൂടുവച്ച എൻ ഹമാമ പറയുമോ സിദ്ഖും പിൻ സിദ്ദീഖുമൊത്തം ഗാർ സൗറിൻ തിരുമണം തോലാൽ ബദ്റു അലീന من ثنيات الوداع وجب الشكر علينا ما دعا لله داع കാലമേറെ കഴിഞ്ഞു ഞാനി ഭൂമിയിൽ ഭൂജാതനായി കാലമേറെ കഴിഞ്ഞു ഞാനി കാലമേറെ കഴിഞ്ഞു ഞാനി കാലമേറെ കഴിഞ്ഞു ഞാനി ഭൂമിയിൽ ഭൂജാതനായി കണ്ണ് കൊണ്ട് കണ്ടില്ലേലും കൽബകത്തിൽ കണ്ടു ഞാൻ കാരുണ്യ പൂങ്കാവനത്തിൽ
കനിയണേയ സയ്യിദി അങ്ങിൻ ഹുബ്ബില്ലാതെ എന്തി ജീവിതം എൻ പൂമതി അങ്ങിൻ ഹുബ്ബില്ലാതെ എന്തി ജീവിതം എൻ പൂമതി അങ്ങിൻ ഹുബ്ബില്ലാതെ ഈമാൻ പൂർണ്ണമല്ലല്ലോ നിധി അങ്ങിൻ ഹുബ്ബില്ലാതെ ഈമാൻ പൂർണ്ണമല്ലല്ലോ നിധി പാടി പാടി ഒടുവിലിവനിൽ കരുണ കനിയൂ യാ നബി പാടി പാടി ഒടുവിലിവനിൽ കരുണ കനിയൂ യാ നബി പാടിയങ്ങിൻ പ്രീതിയിൽ അതിമോഹമാൽ ആറ്റൽ നബി പാടണം ഈ വരികളെല്ലാം ഹൗലിൻ ചാരേ ദൂതരെ പാടണം ഈ വരികളെല്ലാം പാടണം ഈ വരികളെല്ലാം ഹൗലിൻ ചാരേ ദൂതരെ പാടി പാടി പാനം കൗസർ നൽകിടാമു തിങ്കളെ പാടി പാടി പാനം കൗസർ നൽകിടാമു തിങ്കളെ ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ വജബ ശുക്രു അലൈന മാ ദഅ ലില്ലാഹി ദാ അല്ലാഹ് 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 ഹസ്ബി റബ്ബി ജല്ലല്ലാഹു മാ ഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ത്വലഅൽ ബദ്റു ഇന്നും മദീനയിലും മക്കയിലും പോയാൽ കർണപുടങ്ങളിൽ വല്ലാത്ത സന്തോഷതകാമ ആനന്ദ തുനിലമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ കവിതയാണ്. അതിന്റെ ആ മുഹൂർത്തം മനസ്സിലേക്ക് കൊണ്ടു നോക്കൂ പ്രിയപ്പെട്ടവരെ. മക്കയിൽ അതികഠിന കഠോരമായ മർദ്ദന തണ്ടന താടന പീഡനത്തിന് വിധേയരായപ്പോൾ, കൊല്ലങ്ങൾ പിന്നിട്ടപ്പോൾ, അതിനിടയിൽ സ്വഹാബാക്കളിൽ പലരും പച്ചക്ക് കത്തിക്കപ്പെട്ടപ്പോൾ, ചൂടാക്കപ്പെട്ടപ്പോൾ, കഴുത്തിൽ ചങ്ങലയിട്ട് കത്തിപ്പൊള്ളുന്ന തീപാറുന്ന മരുഭൂമിയിലൂടെ വലിച്ചഴക്കപ്പെട്ടപ്പോൾ, സുമയ്യ ബീവിയെ പച്ചക്ക് കൊന്നുകളഞ്ഞപ്പോൾ, യാസറിനെ പച്ചക്ക് കൊന്നുകളഞ്ഞപ്പോൾ, യാസർ കുടുംബം അനുഭവിച്ചത് ഭൂമിയിലെ ഏറ്റവും വലിയ നാരകീയ തീജ്വാലയായി മാറിയപ്പോൾ, അടിമകളെ മുഴുവനും അതിശക്തമായി പീഡിപ്പിക്കുകയും കഠോരമായി വേദനിപ്പിക്കുകയും ചെയ്തപ്പോൾ, കാലങ്ങൾ 13 കൊല്ലം പിന്നിട്ട സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന് ഹിജ്റയ്ക്ക് വേണ്ടി അനുവാദം കൊടുക്കുകയാണ്. കഷ്ടപ്പെട്ട് തീതുപ്പി, തുപ്പലേറ്റ്, പരിഹാസമേറ്റ്, നുള്ളലേറ്റ്, കല്ലേറേറ്റ്, തലപൊളിഞ്ഞ്, മുണ്ട് പൊട്ടി, ഞെരിയാണി പൊളിഞ്ഞു, ഇങ്ങനെ ലോകത്ത് തുല്യതയില്ലാത്ത കഠിനമായ മർദ്ദനങ്ങൾ മൊത്തം പുഞ്ചിരിച്ച് പൂമാല പോലെ സ്വീകരിച്ച് അവസാനം അനുയായികളുമായി ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യാൻ അനുവാദം കിട്ടിയ പോകുന്ന ആ സമയമാണ്. അവിടെയാണ് വാർത്തവർ വരുന്നത്, അവിടെയാണ് മാടപ്രാവുകൾ വരുന്നത്. ഇന്നും മദീനയിലൂടെ പാറിക്കളിക്കുന്ന പ്രാക്കളെ കാണാറില്ലേ? ഞാൻ അവിടെ എത്തിയാൽ എപ്പോഴെങ്കിലും പുറത്തുപോയി ഒരൽപ്പം ഏതെങ്കിലും പ്രത്യേകമായ ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് സമയം കളയുകയാണെങ്കിൽ ഇന്നും അവിടെ പാറിക്കളിക്കുന്ന പ്രാക്കളുടെ പിന്നാലെ നടന്നുകൊണ്ട് സമയം കളയുകയാണ്. ഈ പ്രാക്കൾ ഗാർസോറിൽ മുസ്തഫ നബിക്ക് അഭയം കൊടുത്ത അന്നത്തെ പ്രാക്കളുടെ പേരക്കുട്ടികളാണെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാക്കളെ ബഹുമാനിക്കണേ എന്ന് ചില ഉലമാ രേഖപ്പെടുത്തുകയാണ്. ഈ പ്രാക്കളെ കാണുമ്പോൾ ആ പ്രാക്കളെ ഓർമ്മ വരികയാണ്. മാടപ്രാവുകൾ ആ ഗുഹക്കകത്തേക്ക് അടുക്കുകയാണ്. അവരെ റസൂലുള്ളാഹിക്ക് മറപിടിക്കുകയാണ്, ചിലന്തി വലകെട്ടുകയാണ്. എല്ലാ ഞൊടിയിടയിലാണ് കൊല്ലാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും ആയുധ വിഭൂഷിതരായി മലമുകളിൽ കയറി അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ആളുകള് ഈ ഗുഹാമുഖത്തും എത്തുകയാണ്. അബൂബക്കറിന് സിദ്ദീഖ് പൊട്ടി പൊട്ടി കരയുകയാണ്, വിറച്ചുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവരൊന്ന് കുമ്പിട്ടാൽ നമ്മളെ കാണൂല്ലേ നബിയെ? അവരുടെ കൂർത്തമൂർത്ത വാളുകളല്ലേ ആ കാണുന്നത് നബിയെ? മുഖത്തിന് ഭാവമാറ്റമില്ല, ഭീതിയുടെ അശേഷ അടയാളം വന്നിട്ടില്ല. പുഞ്ചിരി തൂക്കി
ധൈര്യത്തോടെ മുത്തായ മുസ്തഫ കൂട്ടാളിയുടെ ചകിടിൽ പറയുകയാ, അബൂബക്കറെ പേടിക്കണ്ട, ഭയപ്പെടണ്ട, നമ്മൾ രണ്ടാള് മാത്രമല്ല, മൂന്നാമത് പടച്ചവനുണ്ട് അബൂബക്കറെ. അതുകൊണ്ട് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. 3 ദിവസമാണ് ആ ഗുഹക്കകത്ത് കഴിഞ്ഞത്. 3 ദിവസമാണ് കൊല്ലാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് രാത്രിയും പകലോ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പിടുത്തം കിട്ടാതെ ആ ഗുഹക്കുള്ളിൽ കഴിയുന്നത്. മഹാനായ മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദല്ലേ. അവർക്കൊരിക്കൽ ഹക്ക് പറയേണ്ടി വന്ന കാരണത്താൽ ശക്തമായി ഭരണവിഭാഗത്തിൽ നിന്ന് പ്രക്ഷോഭം നേരിടേണ്ടി വരികയാണ്. അവരെ ജയിലിലടക്കാൻ വേണ്ടി ഉത്തരവിടുകയാണ്. ഒരു പക്ഷേ കൊന്നേക്കാം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഒരു വീട്ടിൽ ഒളിക്കുകയാണ്. 3-ാമത്തെ ദിവസം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാ. വീട്ടുകാരൻ പറഞ്ഞു, ഉസ്താദെ പുറത്തിറങ്ങേണ്ട, പട്ടാളക്കാൾ തെരഞ്ഞു നടക്കുന്നുണ്ട്, പ്രശ്നം ഒതുങ്ങിയിട്ടില്ല, അങ്ങേ കിട്ടിയാൽ അവർ കൊന്നുകളയും ഉസ്താദ്, അതുകൊണ്ട് ഇപ്പോൾ പുറത്തിറങ്ങണ്ട. ആ സമയത്ത് അഹ്മദ് ബിൻ ഹംബൽ പറയുകയാണ്, എനിക്കിനി ഒളിച്ചിരിക്കാൻ സാധ്യമല്ല. 100 ആളുകൾ കൊല്ലാമെന്ന സമയത്ത് എന്റെ ഹബീബ് ഗാറുൽ ഒളിച്ചിരുന്നത് 3 ദിവസമാണ്. അതുകൊണ്ട് ഇനി ഞാൻ ഒളിച്ചിരിക്കൂല എന്ന് പറഞ്ഞ് പുറത്തു കടന്ന അഹ്മദ് ബിൻ ഹംബലില്ലേ, ഈ ചരിത്രം ഒന്ന് ഓർത്തു നോക്കൂ. എന്നെ കേൾപ്പിക്കുന്നവരെ, എന്നെ കേൾക്കുന്നവരെ, എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ ചരിത്രം ഓർത്തു നോക്കൂ. ഗാറുന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി മുത്തായ മുസ്തഫ നടക്കുകയാ. അതാ ഒട്ടകത്തിന്റെ പുറത്ത് മറ്റൊരാളുമുണ്ട്. ആരെന്നറിയുമോ? അഫ്ദലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ് അൽ മുലഖബ് ബിൽ അതീഖ് ഖാതിലുസ് സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൂടെയുണ്ടല്ലോ, ഇല്ലാതിരിക്കാൻ പറ്റൂലല്ലോ. നിഴലില്ലാത്ത മുത്തുനബിയുടെ നിഴലല്ലേ, വലങ്കയ്യല്ലേ, തുണയല്ലേ, തണിയല്ലേ, നിധിയല്ലേ, ആശ്വാസമല്ലേ, കുളിർക്കാറ്റല്ലേ, ഔലിയാക്കളുടെ ഹെഡല്ലേ, റസൂലുള്ളാഹിന്റെ തോഴനല്ലേ, അബൂബക്കർ സിദ്ദീഖ്. രണ്ടുപേരും നടക്കുന്ന സമയത്തുണ്ടായ അനുഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സ്ഥലത്തെത്തി. ഒരു ഉമ്മയുടെ വീടാണ്. ഉമ്മു മഅബദ് എന്ന് പറയുന്ന വനിതയുടെ വീടാണ്. അവർ റസൂലുള്ളാഹിനെ അറിയാത്ത ആളാണ്. ദാഹിച്ച് വലഞ്ഞുകൊണ്ട് നമ്മുടെ ഹബീബ് കുന്നുമാമലകൾ കയറി ഇറങ്ങി കൊടുമ്പാറക്കെട്ടുകളുടെ മുകളിലൂടെയുള്ള വളരെ ത്യാഗനിർഭരമായ യാത്രയില്ലേ, കഠിന കഠോരമായ തീഷ്ണ സഹിച്ചുകൊണ്ടുള്ള യാത്രയല്ലേ. നിങ്ങൾക്കറിയുമോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉംറ കഴിഞ്ഞുകൊണ്ട് ഓസിയുള്ള ബസ്സിൽ കയറി ആ എസിയുടെ തണുപ്പ് അനുഭവിച്ചുകൊണ്ട് 8 മണിക്കൂർ സീറ്റിലിരുന്ന് ഗാഠനിദ്രയിൽ കൂർക്കം വലിച്ച് യാത്ര ചെയ്യുന്നവരെ, ഇനിയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തൊന്നോർക്കണേ, എന്റെ മുത്തായ മുസ്തഫ 100 ആളുകളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിച്ചോടി നടന്നും ഒട്ടകത്തിന്റെ മുകളിൽ സഞ്ചരിച്ച് തീഷ്ണോഷ്ണം സഹിച്ചുകൊണ്ട് യാത്ര ചെയ്ത പ്രവിശ്യയിലൂടെയാ ഞാനിപ്പോൾ റോഡിൽ ചീറിപ്പാഞ്ഞു പോകുന്നത് എന്നോർക്കണേ. ആ യാത്രക്കിടയിൽ ഉമ്മു മഅബദിന്റെ വീട്ടിലെത്തിയപ്പോൾ 2 പേർക്കും ദാഹിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, ഉമ്മാ, ഈ ആടിൽ നിന്നൊരൽപ്പം പാല് ഞങ്ങൾ കറന്നെടുക്കട്ടെ, ദാഹിച്ചിട്ടാണ് ഉമ്മ. ഉമ്മു മഅബദ് പറഞ്ഞു, ആടിന് കറവില്ല, അത് മച്ചിയാണ്, അകട് പറ്റിയ ആടാണ്, പ്രസവിക്കാറുമില്ല. എന്റെ വീട്ടിൽ ധാരാളം ആടുകളുണ്ട്, എന്റെ ഭർത്താവ് ആടുകളുമായി മേയ്ക്കാൻ പോയതാണ്, ഇത് കറവില്ലാത്ത ആടാണെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ ധൈര്യം കണ്ടോ? അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുകയാ, നിങ്ങൾ കറന്നിട്ട് പാലെടുക്കാനൊന്ന് അനുവാദം തരുമോ? അതിനെ പറ്റുന്നൊരു പാത്രവും തരുമോ? ഉമ്മു മഅബദ് ഞെട്ടിത്തെറിക്കുകയാണ്. ഇന്ന് വരെ പാല് ഒരിക്കലും കറക്കാൻ കഴിയാത്ത, കറന്നാൽ പാലൊരിറ്റ് വരാത്ത, അകട ഒട്ടിയിട്ടുള്ള ഈ ആടിൽ നിന്ന് എങ്ങനെയാണ് ഈ മനുഷ്യൻ പാല് കറന്നെടുക്കുക? മനസ്സില്ല, മനസ്സോടെ ഉമ്മു മഅബദ് ചോദിച്ചുകൊണ്ട് പാത്രം കൊടുക്കുകയാ. പക്ഷേ എത്തേണ്ട ആളുടെ കയ്യിൽ പാത്രം എത്തുകയാണ്, ഇരിക്കേണ്ട ആള് അവിടെ ഇരിക്കുകയാണ്, കറക്കേണ്ട മുത്ത് കറക്കാൻ തുടങ്ങുകയാണ്. കറക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുകയാണ്, ഒട്ടിപ്പിടിച്ച അകട് വീർത്തൊട്ടുകയാണ്, വീർത്തു നിന്ന് അകടിൽ നിന്ന് പാല് കറക്കുകയാണ്. വലിയ പാത്രത്തിൽ നിറയെ പാലാണ്.
മുത്തായ മുസ്തഫായും അബൂബക്കറും കുടിച്ചതിന്റെ ബാക്കി ആ വീട്ടിൽ വെക്കുകയാ. ഉമ്മു മഅബദ് ഞെട്ടിത്തെറിക്കുകയാണ്, കണ്ണു തള്ളി നോക്കുകയാണ്, ശരീരം വിറക്കുകയാണ്. ഞാൻ കിനാവിൽ കാണുകയാണോ, ഇത് യാഥാർത്ഥ്യമാണോ എന്ന് സംശയിക്കുകയാ. വൈകാതെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരികയാണ്. ചാവാളിയായി കിടന്ന സ്ഥലത്ത് നിന്ന് എണീക്കാത്ത, പട്ടിണി കിടക്കുന്നത് പോലെ ചപ്പിച്ചുളിഞ്ഞ ആട് എഴുന്നേറ്റ് നിന്ന് വല്ല ആരോഗ്യം പ്രകടിപ്പിക്കുന്നത് കണ്ടു. ആ അകടിയിൽ നിറയെ പാല് നിറഞ്ഞൊഴുകുന്നതും കണ്ടു. ഉമ്മു മഅബദിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചോദിച്ചു, ഇതെന്താണ് ഉമ്മു മഅബദേ, അടുക്കളയിലുള്ള ഈ പാല് എവിടെ നിന്ന് കിട്ടിയതാ? നമ്മുടെ ആടിനെന്താ ഒരു പ്രത്യേകമായ അത്ഭുത സിദ്ധി വന്നതുപോലെ ഉമ്മു മഅബദ് അങ്ങ് മദ്ഹ് പറയാൻ തുടങ്ങി. നിങ്ങൾ ആടുകളുമായി കടന്നുപോയപ്പോ ബദർ പോലെ തിളങ്ങുന്ന കവിളുള്ള, നക്ഷത്രങ്ങളെ പിന്നിലാക്കുന്ന പ്രഭാമയമായ പല്ലുകളുള്ള, റോസാപ്പൂവിനേക്കാളും സോഫ്റ്റായ ചുണ്ടുകളുള്ള, വാർന്നു വെച്ച മനോഹരമായ മുടിക്ക് മുകളില് പ്രൗഢിയുള്ള തലപ്പാവണിഞ്ഞ, നടക്കുന്ന സമയത്ത് ആകർഷകമായി നടക്കുന്ന, സംസാരിക്കുന്ന സമയത്ത് ഓരോ അക്ഷരങ്ങളും മുത്തുമണികളെ പോലെ പെറുക്കാൻ കഴിയുന്ന, അത്ഭുത സിദ്ധിയുള്ള അഭൗമിക അതാ സൗഷ്ഠവമുള്ള, ഭംഗിയുള്ള, ശ്രേഷ്ഠതയുള്ള, പ്രഭയുള്ള, ഏറ്റവും വലിയ ഹൈറ്റും വെയിറ്റും ആണെങ്കിലോ മിതമായുള്ള, വിശാലമായ നെറ്റിയുള്ള, മനോഹരമായ മൂക്കുള്ള, സുർമയിട്ടില്ലേലും ഇട്ടതുപോലെ തോന്നുന്ന ഒരു മനുഷ്യൻ ഇവിടെ കടന്നു വന്നിരുന്നു. സൗന്ദര്യത്തിന്റെ ദായകമാ, ഭംഗിയുടെ വ്യാഖ്യാനമാ, പ്രഭാമയമാണ്. അപ്പോൾ കേട്ടതുടനെ ബഹുമാനപ്പെട്ട ഉമ്മു മഅബദിന്റെ, ബഹുമാനിയായ ഉമ്മു മഅബദിന്റെ ഭർത്താവ് പറഞ്ഞു, അതാണ് ഖുറൈശികൾ, അതാ 100 ഒട്ടകം ഇനാമ് പ്രഖ്യാപിച്ച മുഹമ്മദ്, അത് അല്ലാഹുവിന്റെ ദൂതനാ. ഉമ്മു മഅബദേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ എത്തുകയാ. ഒരുപാട് സംഭവങ്ങൾ ഇടയിൽ പറയാനുണ്ട്, പാട്ടുമുണ്ടല്ലോ. ദീർഘമായ ഭാഷണം ഈ സദസ്സിൽ ഭൂഷണവുമല്ല. ദീർഘമായി പറയാതെ മനസ്സൊന്നിളകാൻ, മനസ്സിൽ ഇഷ്കിന്റെ തേന്മഴ പെയ്യാൻ, മദീനയിൽ മനസ്സുകൊണ്ടൊന്ന് വട്ടമിട്ട് പറക്കാൻ ഉമ്മു മഅബദ് റളിയല്ലാഹു തആല അൻഹും പ്രിയപ്പെട്ട ഭർത്താവ്, ഉമ്മു മഅബദ് റളിയല്ലാഹു തആല അൻഹയും പ്രിയപ്പെട്ട ഭർത്താവ് പെട്ടെന്ന് വീട് പൂട്ടിയിട്ട് നാട് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ പാല് തന്ന ആടുമായി മദീനയിലേക്ക് പുറപ്പെടുകയാ. അപ്പോഴേക്ക് മദീനയിൽ മുസ്തഫ നബി എത്തിയിരിക്കുകയാ. അവിടുത്തെ കഥയോ, അവിടെ ആദ്യമായി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ അറിയില്ലേ? അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്നതിന്റെ മുമ്പ് മക്ക കണ്ട രാജനാണ്, ധനാഢ്യന്റെ പുത്രനാണ്, പട്ടിന്റെ കുപ്പായം അണിഞ്ഞ് നടക്കുന്ന ആളാണ്, കട്ടിയുള്ള ചെരുപ്പ് ധരിച്ച് നടക്കുന്ന ആളാണ്, മേത്തരം അത്തറ് പൂശുന്ന ആളാണ്. മിസ്അബ് ഊരി വെച്ച ചെരുപ്പ് കാണാൻ യുവാക്കൾ ക്യൂ നിൽക്കലാണ്. മിസ്അബിന്റെ തുണിയും കുപ്പായം തൊടാൻ കുറെ കുട്ടികളുണ്ട്. പക്ഷേ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു മോനെ. റസൂലുള്ളാഹിനെ വിശ്വസിച്ച് അനുയായതോടുകൂടി കുടുംബം ബഹിഷ്കരിക്കുകയാ. തിന്നാനില്ല. മണിമന്ദിരങ്ങളിൽ സുഗോലപതയുടെ പറുദീസയിൽ സുഭിക്ഷ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞുകൂടിയ മുസ്അബിന് തിന്നാൻ കിട്ടാത്തത് കൊണ്ട് പാമ്പിന്റെ വള ഊരി പോരുന്നത് പോലെ മിസ്അബാകുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ നിന്ന് തൊലികൾ പിഞ്ഞി പോരുകയാ. പ്രിയപ്പെട്ടവരെ, പട്ടിണി കിടന്നതുകൊണ്ടാ ഈമാനിൽ നിന്നൊരിഞ്ച് പിറകോട്ട് പോയില്ല. ആ മുസ്അബാണ് ആദ്യമായി മദീനയിൽ എത്തിയത്. ഓരോ വീടുകളിൽ പോയി റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുകയാ, മദീനയെ സെറ്റാക്കി നിർത്തുകയാ. മദീനയിലെ കാത്തിരിപ്പ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാത്തിരിപ്പിന്റെ തുടർച്ചയാ. അത് ഞാൻ മറ്റൊരു പ്രസംഗത്തിൽ സുദീർഘമായി പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ കയറിയാൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇപ്പോൾ അത് ഇവിടെ ആവർത്തിക്കുന്നില്ല. ഏതായാലും മദീനയിലെത്തി. ദിവസങ്ങൾക്ക് മുമ്പ് പട്ടിണി കിടന്നുകൊണ്ട് കുന്നുമാമലകൾക്ക് മുകളിൽ മദീനക്കാരെ മുഴുവനും കണ്ണും നട്ടുകൊണ്ട് കാത്തിരിക്കുകയാ. വരുന്നുണ്ടോ? മദീനയുടെ ഈത്തപ്പഴ തോട്ടങ്ങൾ വറ്റാൻ തുടങ്ങി, പൂക്കൾ കരിയാൻ തുടങ്ങി, വീടുകളിൽ പാത്രങ്ങൾ ഉണങ്ങാൻ തുടങ്ങി. കാരണം എല്ലാവരും കുട്ടികളെ പിടിച്ചുകൊണ്ട് മാമല മുകളിൽ കയറിയിട്ട് കണ്ണും നട്ടിരിക്കുകയാ. വരുന്നുണ്ടോ? ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്നു. അവസാനം ഒരു യഹൂദി പുരോഹിതൻ ഉച്ചത്തിൽ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുകയാ. മദീനക്കാരെ കടന്നു വന്നു. ദിവസങ്ങളായി പട്ടിണി കിടന്ന് പാതിരാവിനെ പകലാക്കി നിങ്ങൾ കാത്തിരുന്ന ആളതാ വരുന്നു. ദൂരെ നിന്ന് പ്രഭാമയമായ ആ പുഞ്ചിരി
തൂകുന്ന വിശാല നെറ്റിത്തടമുള്ള, ആരും കണ്ടാൽ കണ്ണഞ്ചിപ്പിക്കുന്ന, കണ്ണെടുക്കാത്ത, ആകർഷിക്കുന്ന, ലയിക്കുന്ന, സ്വയം സമർപ്പിതരാകുന്ന, ഏത് ലൈറ്റുള്ള സ്ഥലത്തും പാറിക്കളിക്കുന്ന പാറ്റകളെ പോലെ, പ്രാണികളെ പോലെ മുത്തായ മുസ്തഫ എന്ന പ്രഭാമയമായ കത്തിജ്വലിക്കുന്ന തീപ്പന്തത്തിന്റെ മുകളിൽ പാറിക്കളിച്ചുകൊണ്ട് അതിൽ കരിഞ്ഞ് ഇല്ലാതെയായില്ലേ സ്വഹാബാക്കളെങ്കില് ആ സ്വഹാബാക്കളോട് യഹൂദി പുരോഹിതൻ പറഞ്ഞു കൊടുക്കുകയാ, വന്ന് കണ്ടോളൂ മക്കളെ, നിങ്ങൾ കാത്തിരിക്കുന്ന ആളിതാ കടന്നു വരുന്നു. ആളുകൾ മുഴുവനും ഓടിക്കൂടുകയാ. കുഞ്ഞുമക്കൾ പിച്ച വെച്ച് വളരുന്ന കൊച്ചുമക്കൾ കണ്ണും നട്ടുകൊണ്ട് മേലോട്ടും താഴോട്ടും നോക്കുകയാ. അതാ കടന്നു വരുന്നു രണ്ട് മനുഷ്യന്മാർ. ഒരാളുടെ മുഖം കത്തിജ്വലിക്കുകയാ. നടക്കുന്ന സ്ഥലത്തെല്ലാം തടലുണ്ട്. അല്ലാ അല്ലാ കണ്ടപാടെ സന്തോഷാധിക്യം കൊണ്ട് ബാഷ്പമൊഴുക്കിയിട്ട് അവർ പാട്ടുപാടി, ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാ أيها المبعوث فينا جئت بالأمر المطاع أنت في الكل جميل وجمال يا مطاع. ഓരോ പാട്ട് പാടുമ്പോൾ ഞങ്ങൾ മേലെ നേരത്തെ തീരുമാനിച്ചിരുന്നില്ല ഞങ്ങൾ ഈ പാട്ട് പാടണം. അപ്പൊ ഞാൻ വിശദീകരിക്കാം. അങ്ങനെ തീരുമാനമില്ല. അവര് പാട്ട് പാടാൻ ഇവിടെ ഉണ്ട് എന്നുള്ള ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അറിയണത്. പക്ഷെ അത് രസം. അവര് പാടുമ്പോ ആ പാട്ടുകാരന്റെ ഒരു വാക്കെടുത്തിട്ട് ഒന്ന് ഷറഹ് ചെയ്യാന്നുള്ളതാണ് എന്റെ പണി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2 വരി ഒന്നാണ് വിശദീകരിക്കുക, പിന്നെ അദ്ദേഹം പാടുക, പിന്നെ ഞാൻ വിശദീകരിക്കുക. രസം. പക്ഷെ എനിക്ക് നീട്ടി പോകാൻ പറ്റില്ല. 9:30 മണിയായി. ഞാൻ പറഞ്ഞു 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന്. അപ്പൊ ഏതാനും നിങ്ങളെല്ലാരും പിടിച്ചെടുത്താൻ പറ്റുന്ന ആൾ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പോകാനും ധൈര്യം. അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പോകില്ല. എല്ലാരും പിടിച്ചെടുത്താൻ പറ്റുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം തന്നെ ലാസ്റ്റ് ഒരു മുനാജാത്തിന്റെ കവിത അദ്ദേഹത്തിനുണ്ട്. അത് ചൊല്ലിയാൽ അതന്നെയാണ് ദുആ. പിന്നെ എന്റെ ദുആന്റെ ആവശ്യം ഇവിടെ ഇല്ല. അതന്നെ ദുആ. അപ്പൊ ചെറുപ്പക്കാരെ, ഇതിൽ നിന്ന് കിട്ടുന്ന നനവ് ഇനി നിങ്ങൾ കളയരുത്. ഇത് മടനം വരെ നമുക്ക് അണയാതെ പരിരക്ഷിക്കാനുള്ള ഹൃദയത്തിൽ പ്രോജ്വലിക്കുന്ന കത്തി നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പ്രകാശം സ്ഫുരിക്കുന്ന വിധം കത്തിജ്വലിക്കുന്ന അണയാത്ത വിളക്കായി, തീരാത്ത പ്രഭയായി, വറ്റാത്ത ഉറവയായി, അറ്റമില്ലാത്ത സ്നേഹമായി, അനുരാഗത്തിന്റെ രാഗമായി ഈ സദസ്സ് മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കേവലമായ അനുധാവനവും അനുകരണവും മാത്രമല്ല, അനുരാഗം ഒരു രോഗമാണ്. അനുരാഗം കൊണ്ട് രോഗികളായി മദീനത്ത് മരിച്ചവര് പാട്ടുകാരൻ അദ്ദേഹത്തിന്റെ വശ്യഭാഷയിൽ ഉണർത്തിയിട്ടുണ്ട്. അത് ഇന്നും ആവർത്തിക്കുന്നുണ്ട്. ഞാനൊരിക്കൽ മദീനയിൽ മഹബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് മലയാളികൾ എന്നോട് എന്നെ ഞാൻ ഒറ്റക്ക് പോയിരുന്ന ആളാ, ഗ്രൂപ്പിലൊന്നും പോറില്ല. കഴിഞ്ഞ 10 ദിവസം മുമ്പ് പോയിരുന്നു. ആഗ്രഹം വരുമ്പോ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കും, പോകും, ഇങ്ങോട്ട് വരും. അങ്ങനെയാണ്. അപ്പൊ ഒരിക്കൽ എന്നെ കണ്ടപ്പോ കുറെ മലയാളികളെല്ലാം കൂടി എന്നെ പിടിച്ചിട്ട്, ജലീൽ റഹ്മാനെ ഒഴിഞ്ഞു മാറി നടന്നിട്ട് കാര്യമില്ല, നിങ്ങളൊരു പ്രസംഗം നടത്തി തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മധുഹിന് എവിടെ ആര് വിളിച്ചാലും നടത്തും, അതിന് ഒഴിഞ്ഞു മാറില്ല, പേടിയാണ്. അപ്പൊ ഞാൻ മധു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ചങ്കരംകുളത്തുകാരനായ ഒരു അസംഗോയ തങ്ങൾ നേരെ മുമ്പിലുണ്ട്. മദീനയിലല്ലേ, തന്തൂർ ഇട്ടിട്ട് മൻസൂറാണത്. മൻസൂറൊക്കെ അതിന് സാക്ഷിയാണ്. അത് എന്റെ കൂടെ എപ്പോഴും നടക്കുന്ന ആളാണ്. നടന്ന് മദീനയിലേക്ക് ജോലി കിട്ടിയ ആൾ. അപ്പൊ നാട്ടിൽ തന്നെയാണ്, സലാത്തിന്റെ കാളാണ്. ഞാൻ എപ്പോഴാ കണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് അറിയ സംഗതി. അപ്പൊ ഹസൻ കോയ തങ്ങൾ എന്ന് പറയും. അദ്ദേഹം മുന്നിലുണ്ട്. പ്രസംഗം കഴിഞ്ഞ് റിഫായ് തങ്ങളുടെ ആണ്ടുള്ള ദിവസമാണ്. അപ്പൊ ചർച്ചയിൽ റിഫായ് തങ്ങളൊക്കെ സ്വഭാവമായിട്ട് വരുമല്ലോ. വന്നു കഴിഞ്ഞ് എണീക്കുമ്പോ അദ്ദേഹം കെട്ടിപ്പിടിച്ച് കവളത്തൊക്കെ ഉമ്മ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ വല്യപ്പാന്റെ അടുത്തേക്ക് വന്നത് തിരിച്ചു പോകാനല്ല, ഇവിടെ കിടക്കാനാണ്. അത് ഞാനൊരു കാര്യമൊക്കെയല്ലേ. കാരണം ഞാനും പോകുമ്പോ ഭാര്യനോട് അങ്ങനെ പറഞ്ഞിട്ടാ പോവാ, ഞാൻ തിരിച്ചു വരൂലട്ടോ, ഇതൊന്നും കരുതരുന്നൊക്കെ പറഞ്ഞിട്ടാ പോവാ. പക്ഷെ അതിനേക്കാൾ സ്പീഡിൽ ഇങ്ങോട്ട് വരവുണ്ട്. ഞാൻ ആ മാനെ അതിന് വെച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, തങ്ങളെ അള്ളാഹു തആല ദീർഘായുസ്സ് ഏറ്റേന്ന് പറഞ്ഞു. അതിന് ആമീൻ പറഞ്ഞു. എന്റെ ആളും പ്രസംഗം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോ 2ാം ദിവസം ഈ ഗ്രൂപ്പിലെ അമീർ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ജലീൽ റഹ്മാനെ, നിങ്ങളെ മുമ്പിൽ ഇരുന്നിട്ട് മധു കെട്ടിന്ന അസംഗോയത്തങ്ങൾ ഉണ്ടല്ലോ, ഇപ്പൊ റൗലയിൽ മരിച്ചു എന്ന് പറഞ്ഞു. അത് ഇന്നും നടക്കുന്നുണ്ട്. പാട്ടിൽ വെറുതെ പറയല്ലത്. അനുരാഗ രോഗമാണ്. അത് ഇരമ്പിക്കയറിയിട്ട് മനുഷ്യൻ ആകെ ക്ഷീണിക്കും, പനി ബാധിക്കും, പനി ഓവറാവും, ചിലപ്പോ മദീനയിൽ മരിക്കും ചെയ്യും. അത് ഇന്നുണ്ട്. ഇന്നിപ്പോ ഓരോ ഭക്തനുണ്ടല്ലോ, 2 കുട്ടികള്, 3 ബാല്യക്കാര്, 4 പ്രായമുള്ളവരെന്നാണ് നിസ്കരി. അതിൽ കുറെ മഹബത്തോണ്ട് മഹബത്തുകൾക്ക് അറ്റാക്ക് കുടിച്ച് മരിച്ച ആൾക്കാർ അതിലുണ്ട്. ഞങ്ങൾ ഇന്നും മരിക്കണ്ട്. മദീന അത്ഭുതമാണ്, മദീന ഉദ്യാനമാണ്, മദീന ഹഠാത് ആകർഷിക്കുന്നതാണ്, ഇഷ്കിന്റെ പാലസാണ്. ആ മദീനയിൽ പോകണേ, മദീനയിൽ നിൽക്കണേ, മദീനയിൽ കരയണേ,
മദീനയിലൂടെ രാവുകളെ അനുരാഗമാക്കണേ. അനുരാഗത്തിന്റെ കിന്നാരം പറഞ്ഞ് ഹൃദയ സല്ലാപം നടത്തി മദീനകൾക്കിടയിലൂടെ വിരിയുന്ന ചുരുങ്ങുന്ന കൊടകൾക്കിടയിലൂടെ ഇനി പള്ളിക്കകത്തേക്ക് കയറിയാലും കയറിയില്ലേലും മനസ്സ് തുറന്നൊന്ന് പുന്നാര പൂമാനോട് കുശലം പറഞ്ഞാൽ സമാധാനം എവിടെ നിന്നാണ് വരുന്നത് എന്നറിയില്ല. വീടോർമ്മയില്ല, കെട്ടിയവളെ ഓർമ്മയില്ല, കുട്ടികളെ ഓർമ്മയില്ല, പരിസരം ഓർമ്മയില്ല, ദർസ് ഓർമ്മയില്ല, പ്രഭാഷണങ്ങൾ ഓർമ്മയില്ല, തിരിച്ചു പോകാനുള്ള ദിവസം ഓർമ്മയില്ല, ഭക്ഷണത്തിന്റെ സമയം ഓർമ്മയില്ല, വെള്ളം കുടിക്കാത്തതും ഓർമ്മയില്ല. മദീന എത്തിയാൽ പിന്നെ അജബാണ്, ഹാല് മാറുകയാണ്. അജബ് ബഹുദീകേ മദീന 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 അജബ് ബഹുദീ के कने में धुन तो है मदीना 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 റസൂലുള്ളാഹിയെ ഒന്ന് കാണണം, കണ്ണെടുക്കാതെ നോക്കി നോക്കി നിൽക്കണം. റസൂലുള്ളാന്റെ അരികിലൊന്നിരിക്കണം, ഖമർ തോൽക്കുന്ന പൽഗോവ കാണണം. റസൂലുള്ളാന്റെ ഖൽബിൽ കേറി കൂടണം, റസൂലുള്ളാന്റെ ഖൽബിൽ കേറി കൂടണം. ഖബർ കാണുന്ന മുന്നേ പ്രണയമാകണം. തങ്ങൾ കമാലില്ലുമി നീരേകിയ ജീലാനി, തങ്കമായതങ്ങനെ തന്നാ തഫ്താസാനി. തിങ്കൾ കമാഹുവ ഹയ്യും സുയൂത്തിരീശാനി, തെന്നൽ വന്നതെത്രയെത്ര ചൊന്നു നബഹാനി. തങ്ങൾ കമാലിൽ ഉമിനീരേകിയ ജീലാനി, തങ്കമായതങ്ങനെ തന്നാ തഫ്താസാനി. തിങ്കൾ കമാഹുവ ഹയ്യുൻ സുയൂത്തിരീശാനി, തെന്നൽ വന്നതെത്രയെത്ര ചൊന്നു നബഹാനി. ലങ്കുമിമാം ഷാഫിയോർക്കുമുണ്ട് നീർക്കഹാനി, ചൊങ്കിൽ റുഅയത്തുന്നബി ഉരന്നു ഷാറാനി. ചങ്കിടറി ഞാൻ വിളിച്ചിടുന്നു നൂറൈനി, റങ്കി വിളങ്ങുന്ന ചേലിൽ കാണണമാമേനി. നിത്യവും കിനാവു കണ്ട എത്ര ഇമാമിങ്ങൾ, സത്യമാണ് യഖ്ലത്തിലും കണ്ടവർ നേത്രങ്ങൾ. എത്ര മുഹിബിന്റെ മൗത്തിനോടി വന്നു തങ്ങൾ, അത്രമേൽ ഹബീബലിഞ്ഞ ഇഷ്ക് വൻമരങ്ങൾ. നിത്യവും കിനാവു കണ്ട എത്ര ഇമാമിങ്ങൾ, സത്യമാണ് യഖ്ലത്തിലും കണ്ടവർ നേത്രങ്ങൾ. എത്ര മുഹിബിന്റെ മൗത്തിനോടി വന്നു തങ്ങൾ, അത്രമേൽ ഹബീബലിഞ്ഞ ഇഷ്ക് വൻമരങ്ങൾ. ഇന്നും തങ്ങൾ വന്നിടുന്നുണ്ടെന്ന് ഇമാമീങ്ങൾ, എന്നുമെന്നും കണ്ടിടുന്ന എത്ര മുഅ്മിനീങ്ങൾ. ഒന്നിനും ഗതിയില്ലാത്ത പാപി തന്റെ തേങ്ങൽ, അന്ന് ഖബറകത്തിലേലും വന്നിടണേ തങ്ങൾ. ഒന്നിനും ഗതിയില്ലാത്ത പാപി തന്റെ തേങ്ങൽ, അന്ന് ഖബറകത്തിലേലും വന്നിടണേ തങ്ങൾ. മാമസിസ്തു ദീബാജം വലാ ഹരീറ അൽയന മിൻ കഫി റസൂലില്ലാഹ്. മാ ശമംതു ദാതി വലാ സുഹൂറ അത്യബ മിൻ ത്വീബി റസൂലില്ലാഹ്. റസൂലുള്ളാഹിയെ ഒന്ന് കാണണം, കണ്ണെടുക്കാതെ നോക്കി നോക്കി നിൽക്കണം. റസൂലുള്ളാന്റെ ഖൽബിൽ കേറി കൂടണം, റസൂലുള്ളാന്റെ ഖൽബിൽ കേറി കൂടണം. ഖബർ കാണുന്ന മുന്നേ പ്രണയമാകണം.
പേടിയുണ്ടെനിക്ക് പേടിയുണ്ടെനിക്ക് ഈ വരികളൊന്ന് പാടുവാൻ പേടിയുണ്ടെനിക്ക് ഈ വരികളൊന്ന് പാടുവാൻ പൂതി കൊണ്ടാണ് തങ്ങളെ മണക്കുവാൻ പാടെ ദൂരെയായിടുന്നതെന്തിനാണു ഞാൻ പാടെ ദൂരെയായിടുന്നതെന്തിനാണു ഞാൻ പാരിലാരുമില്ല വേറെ എന്നെ നോക്കുവാൻ അല്ലാഹുവിൻ്റെ റസൂലേ അല്ലാഹുവിൻ്റെ ഹബീബേ അഖിലാണ്ഡ ലോക നേതാവേ എല്ലാരും എന്നെ ഇനി വേണ്ടെന്നു വിധിച്ചാലും അങ്ങനെ കൈവിടല്ല ഇല്ലാരും വേറെനിക്ക് അങ്ങല്ലാതെ തുണക്ക് ഖുദ്ബിയദി റഹ്മത്തല്ലാഹ് ഖുദ്ബിയദി റഹ്മത്തല്ലാഹ് ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെ എനിക്ക് അർഹതയൊന്നുമില്ല ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെ എനിക്ക് അർഹതയൊന്നുമില്ല ഖുദ് ബിയദി റഹ്മത്തല്ലാഹ് ഖുദ് ബിയദി റഹ്മത്തല്ലാഹ് അൽഹംദുലില്ലാ ഷെയ്ഖ് ജിലാനി ഇമാമുൻ ഷാഫി ഇമാം സുയൂത്തി സഅദുദ്ദീൻ തഫ്താസാനി അതുപോലെ മഹാനായ യൂസുഫുൻ നബഹാനി ഷാറാനി ഇമാം ഇവരൊക്കെ പാട്ടിൽ കടന്നു വന്നു ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് മണ്ടയിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ് എല്ലാം കൂടി പറയാൻ മണിക്കൂറുകളാവും ഷാഫി ഇമാമിനെ ഇടക്കിടക്ക് കിനാവിൽ വന്നിട്ട് റസൂലുള്ള നെഞ്ച് തടവിയിട്ട് സമാധാനിപ്പിച്ചിരുന്നു അപ്പൊ ഷാഫി ഇമാം കരയും മുത്തനബിയെ ശത്രുക്കളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് മാനസികമായിട്ട് ഇത്തിരി തളർച്ച ഉണ്ട് അപ്പൊ പറയും അനസനദുഖ് ഞാൻ നിങ്ങൾക്ക് അനനസറുഖ് നിങ്ങളെ സഹായം ഞാനാണ് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് ദുനിയാവല്ലേ ചിലപ്പം തൊള്ളയിൽ പലഹാരം കൊടുക്കും ചിലപ്പം കസാരയിൽ ഇരുത്തും ഓ എന്തൊരു കിനാവില്ലേ പാട്ടിൽ വിശദമായി ചരിത്രം അറിയില്ലല്ലോ സയ്യിദ് ഇമാമിന്റെ കിനാവിൽ ഹബീബ് വന്നിട്ട് വിളിച്ചത് അസ്സലാമു അലൈക യാ ശൈഖൽ ഹദീസ് യൂസുഫ് നബാനിയെ പാട്ടിൽ കൊണ്ടുവന്നു യൂസുഫ് നബി ചില സ്ഥലത്ത് നിഅമത്ത് പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ യഖലത്തിന് റസൂലുള്ളാഹിനെ പലതവണ കണ്ടിട്ടുണ്ട് യഖലത്തിന് കണ്ടിട്ടുണ്ട് സഅദുദ്ദീൻ തഫ്താസാനി മുത്താലിമീങ്ങൾക്ക് വളരെ അറിയുന്ന ആളാണ് ഷറുൽ അഖായിദ് മുഖ്തസർ പോലെയുള്ള എല്ലാ കിതാബുകളും അവരുടെ നിന്ന് വന്നതാണ് ഓതുന്ന കാലത്ത് ഏറ്റവും വലിയ പൊട്ടനായിരുന്നു പക്ഷെ റസൂലുള്ളാഹിന്റെ ആശ്വസിപ്പിക്കലും ബറക്കത്തും ഉമനീരും കിട്ടി വളർന്നു വലുതായി പടുകൂറ്റൻ പണ്ഡിതനായി വലിയ രചയിതാവായി എല്ലാവർക്കും കിട്ടാനുള്ളത് കിട്ടിയത് മുത്തുനബിയിലൂടെയാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ നമുക്കും ദുനിയാവിലും ആഖിറത്തിലും എന്തെങ്കിലും റഹ്മത്ത് അല്ലാഹ് തരണമെങ്കിൽ അള്ളാന്റെ ഈ വാതിലൊന്ന് മുട്ടണേ അള്ളാന്റെ ഈ സ്നേഹഗോപുരത്തിന്റെ അടിയിലൊന്ന് നിൽക്കണേ അള്ളാന്റെ മുത്തിനെ ഒന്ന് സ്പർശിക്കണേ റസൂലുള്ളാഹിനെ കാണാനൊന്ന് ദാഹിക്കണേ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ടും പാട്ടിൽ വന്നില്ലേ മാമസിസ്തു ദീബാജൻ വലാ ഹരീറൻ അൽഅന മിൻ കഫി റസൂലില്ലാഹ് റസൂലുള്ളാഹിന്റെ മുങ്കയിനേക്കാൾ മിനുസായ ശറഫാക്കപ്പെട്ട സോഫ്റ്റായ ഒരു പട്ടു ഞാൻ തൊട്ടിട്ടില്ല റസൂലുള്ളാഹിന്റെ ശരീരത്തിനേക്കാൾ പരിമളമുള്ള ഒരു സുഗന്ധവും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് അനുഭവിച്ച തൊട്ട സ്വഹാബാക്കളാണ് പറയുന്നത്. അതുകൊണ്ട് താബീങ്ങൾക്ക് ഒരു പണിയുണ്ടായിരുന്നു. താബീങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കളല്ല, സ്വഹാബാക്കളെ കണ്ടവരാണ്. ആ താബീങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് അനസ് തങ്ങളുടെ അരികിലും മറ്റും സ്വഹാബാക്കളുടെ അരികിൽ പോയി മണിക്കൂറുകൾ ക്യൂ നിന്നിരുന്നു.
അവരുടെ കൈയൊന്ന് മുത്താൻ, അവരുടെ ശരീരം ഒന്ന് മടക്കാൻ. എന്നിട്ട് ആശികീങ്ങളായ താബീങ്ങൾ പറയൂ, റസൂലുള്ളാനെ തൊട്ട കൈയല്ലേ, റസൂലുള്ളാനെ മണത്ത മൂക്കല്ലേ. എന്തിനേറെ പറയുന്നു, സ്വഹീഹുൽ ബുഖാരി എഴുതിയ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് മുത്തായ മുസ്തഫ പലരോടും പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാരുടെ കിനാവിൽ വന്ന് പറയുകയാണ്, ഞാനൊരു കിതാബ് എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്താണത് മുത്താല ചെയ്യാത്തത്? കണ്ട ആശിഖീങ്ങളായ ഉലമാ ചോദിച്ചു, മുത്തുനബിയേ, അങ്ങയുടെ കാലത്ത് അങ്ങ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ, കിതാബ് മാത്രമല്ലല്ലോ, പിന്നെ അങ്ങ് എഴുതിയ ഏത് കിതാബ് മുത്താല ചെയ്യാനാ ഞങ്ങളോട് പറയുന്നത്? അങ്ങയുടെ കാലത്ത് എഴുതപ്പെട്ട മുസ്ഹഫ് പോലും ഇല്ലല്ലോ നബിയേ, പിന്നെ ഏത് കിതാബ് വായിക്കാനാ അങ്ങ് പറയുന്നത്? ഉടനെ കിനാവിൽ വന്ന മുത്തനബി പ്രതികരിക്കുകയാ, എന്റെ സ്വന്തം ആളായ ഇസ്മായിൽ ബുഖാരി എന്റെ ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കിതാബ് എഴുതിയിട്ടില്ലേ, അത് ഞാൻ അംഗീകരിച്ച് എന്റെ കിതാബാ. ഇന്ന് സ്വഹീഹ് ബുഖാരി ദർസ് നടത്താത്ത സ്ഥലമുണ്ടോ? ബുഖാരി ഇമാമിന്റെ പേര് വർഷിക്കാത്ത പള്ളികളുണ്ടോ? മദീന പള്ളിയുടെ ഉള്ളിൽ കാല ഇമാം ബുഖാരി എന്ന് പറയാറുണ്ട്. മക്ക മദീന പള്ളികളിലൊക്കെ കാല ബുഖാരി എന്ന് പറയാറുണ്ട്. നമ്മുടെ നാട്ടുകളിലുള്ള ലക്ഷക്കണക്കായ ഉസ്താദുമാരുടെ അതരങ്ങളിലൂടെ റവാഹുൽ ബുഖാരി എന്ന് പറയാറില്ലേ, കാലഹുൽ ബുഖാരി എന്ന് പറയാറില്ലേ? റസൂലുള്ളാഹിന്റെ സമ്മാനമല്ലേ? ഒരു ദിവസമെങ്കിലും കാണണ്ടേ പെങ്ങളെ, ഒരു ദിവസമെങ്കിലും കാണണ്ടേ ചെറുപ്പക്കാരാ? സമസ്തയുടെ ഉലമാക്കളിൽ എത്ര പേരാണ് മുത്തായ മുസ്തഫാനെ കിനാവ് കണ്ട് സായൂജ്യമടഞ്ഞത്? കുറിയ ഒരു മഹാനായ പണ്ഡിതനുണ്ടായിരുന്നില്ലേ, ജാമിയയിലെ ഉസ്താദായിരുന്നില്ലേ, കുഞ്ഞാണി ഉസ്താദല്ലേ പേര്. അവരുടെ റേറിയിൽ വഫാത്തിന് ശേഷം എടുത്ത് പരിശോധിച്ചപ്പോ റസൂലുള്ളാഹിനെ കിനാവ് കണ്ട കൃത്യമായ ഡേറ്റ് അവരുടെ സ്വകാര്യ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. ദർസ് നടത്തുമ്പോൾ റസൂലുള്ളാഹിനെ കാണുന്നവരില്ലേ, ദർസ് നടത്തിയിട്ട് പകൽ പ്രസംഗിച്ച് പോയി കിടന്നാൽ മുത്തു മുസ്തഫാനെ കിനാവിൽ കണ്ട് കെട്ടിപ്പിടിക്കുന്നവരില്ലേ? കടം കൊണ്ട് വലഞ്ഞ സമയത്ത് കട്ടപ്പെട്ട് മുത്തായ മുസ്തഫാന്റെ മദീനയിൽ പോയി കരഞ്ഞപ്പോ കടം വീട്ടാനുള്ള കാശ് കിട്ടിയവരില്ലേ, വീട് കിട്ടിയവരില്ലേ, രോഗം മാറിയവരില്ലേ, ഹബീബായ മുത്തിന്റെ കൈകൊണ്ട് ഭക്ഷണം കിട്ടിയവരില്ലേ? എല്ലാം വഫാത്തിന് ശേഷമല്ലേ? കാണണ്ടേ, ആ മുഖമൊന്ന് കാണണ്ടേ, ആ പരിമളമൊന്ന് ആസ്വദിക്കണ്ടേ? റസൂലുള്ളാഹിന്റെ ക്ഷണം കിട്ടി ഒന്ന് മരിക്കണ്ടേ? മരിക്കുന്ന സമയത്ത് മുത്തായ മുസ്തഫ വിളിച്ചു പോകുന്നവരില്ലേ? 6-ാം മാസം വിട പറഞ്ഞ പ്രിയപ്പെട്ട കരളിന്റെ ഘട്ടമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഫാത്തിമ മോള് വിട പറഞ്ഞത് ഉപ്പച്ചി വിളിച്ചിട്ടല്ലേ? അബൂബക്കർ സിദ്ദീഖ് അതാ വിട പറഞ്ഞത് റസൂലുള്ളാഹിനെ കൊതിച്ച് അതാ കണ്ടുകൊണ്ടല്ലേ? ഉമറുൽ ഫാറൂഖ് വിട പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് കിടക്കാനുള്ള ആഗ്രഹം മകനോട് പറഞ്ഞ് ആയിഷ ഉമ്മയുടെ അതാ ആയിഷ ഉമ്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ആ സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച് അത് ആർത്തിയോടെ വാങ്ങി സമാധാനത്തോടെ ഇഹലോകവാസം വെടിഞ്ഞവരല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വഫാത്തിന്റെ സമയത്ത് റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് വെള്ളം കുടിച്ച് ചിരിച്ച് വഫാത്തായവരല്ലേ? അലിയാരുടെ സ്തുതിയും അത് തന്നെയല്ലേ? പിന്നെ ലക്ഷക്കണക്കിന് ഇമാമിങ്ങൾ ചിരിച്ച് മരിച്ചില്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് ഇടക്കാലത്ത് വഫാത്തായ സമസ്തയുടെ സമുന്നതനായ നായകന് മഹാനായ ശൈഖുൽ ജാമിയ വിട പറയുമ്പോൾ ചിരിച്ചു കിടന്നില്ലേ? മരിക്കണ്ടേ, ചിരിക്കണ്ടേ, ചൊല്ലണ്ടേ, സ്വർഗീയ ഭക്ഷണം കഴിക്കണ്ടേ? മുത്തായ മുസ്തഫാന്റെ ഫിർദൗസിൽ കൊട്ടാരം കിട്ടണ്ടേ? ആ പൗർണമി മുഖം കാണണ്ടേ? അവിടെ കറുകറുത്ത ബിലാലിനെ കെട്ടിപ്പിടിക്കണ്ടേ? സിദ്ദീഖിന്റെ കൈപിടിച്ച് ചുംബിക്കണ്ടേ? ഉമർ ഇബ്നുൽ ഖത്താബിനോട് കിന്നാരം പറയണ്ടേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കൈയൊന്ന് പിടിക്കണ്ടേ? അലിയാരെ മുമ്പിൽ ഒന്ന് നിൽക്കണ്ടേ? സഅദിനെ ഒന്ന് കാണണ്ടേ? സഈദിനെ ഒന്ന് കാണണ്ടേ? റസൂലുള്ളാഹിക്ക് വേണ്ടി തല കൊടുത്ത് ഷഹീദായ അനസ് എന്ന കുഞ്ഞുമോനെ കാണണ്ടേ?
70 സ്ഥലത്ത് വെട്ടുകിട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞ് ഷഹാദത്ത് ഉച്ചരിച്ച് വഫാത്തായ സഅദിനൊന്ന് പിടിച്ചു മടക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പാവപ്പെട്ടവൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. റഷാദ് ഹസനിയുടെ പാട്ട് തുടരുകയാണ്. അല്ലാഹുവേ ഞങ്ങൾ നീ കബൂലാക്കണേ റബ്ബേ, ഇതിന് സ്വീകരിക്കണേ റബ്ബേ, സംഘാടകരെ അനുഗ്രഹിക്കണേ റബ്ബേ. സംഘടിപ്പിച്ചത് നാളെ സ്വർഗത്തിൽ സംഗമിക്കാനുള്ള സബബാക്കണേ അല്ലാ. രോഗങ്ങൾ മാറ്റണേ അല്ലാ, പ്രത്യേകിച്ച് ആന്തരിക രോഗങ്ങൾ സുഖപ്പെടുത്തണേ അല്ലാ. ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, സൂജിബ്, അദാവത്ത്, ശഹ്വത്ത്, ബിദ്അത്ത്, ഖവാത്തിറുകളിൽ നിന്ന് പൂർണ്ണമായി മുക്തരാക്കണേ അല്ലാ. ശരീരത്തെ അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, സ്ട്രോക്ക്, പന്നിപ്പനി, പക്ഷിപ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, കൊറോണ, ഒമിക്രോൺ പോലെയുള്ള രോഗങ്ങൾ തരല്ലേ അല്ലാ. മറ്റ് രോഗങ്ങളെ കൊണ്ട് തളർത്തല്ലേ അല്ലാ. സഹിക്കാൻ കഴിയാത്ത പരീക്ഷണം നൽകല്ല അല്ലാ. പരാജയ പട്ടികയിൽ പെടുത്തല്ല അല്ലാ. കടത്തിൽ കൊടുക്കല്ല അല്ലാ. ശത്രുക്കൾക്ക് കൊടുക്കല്ല അല്ലാ. നാണം കെടുത്തല്ല അല്ലാ. മാനം കെടുത്തല്ല അല്ലാ. വഷളാക്കല്ല അല്ലാ. ഈമാൻ തെറ്റിക്കല്ല അല്ലാ. ഞങ്ങൾ ഏറ്റവും സന്തോഷദായകമായ ദിവസം മൗത്തിന്റെ ദിവസമാക്കണേ അല്ലാ. ആനന്ദ തുന്നിലമായ യാത്ര മയ്യിത്തായി പോകുന്ന യാത്രയാക്കണേ അല്ലാ. നാളത്തെ തറവാട് നീ സ്വർഗമാക്കി തരണേ അല്ലാ. അവിടെ മുത്തായ മുസ്തഫാന്റെ ഓരത്ത് ഒരു കൊട്ടാരം നൽകണേ അല്ലാ. അതിൽ കുടുംബസമേതം ചേർത്തണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, സംഘാടകർ നേരത്തെ ബക്കറ്റുമായി വന്നിരുന്നു. അപ്പൊ ഇഷ്കിന്റെ മൂർധന്യ ദിശയായതുകൊണ്ട് ഞാൻ മാറ്റിവെക്കാൻ പറഞ്ഞതാ. നിങ്ങളെല്ലാവരും പരമാവധി നല്ല നല്ല സംഖ്യകളൊക്കെ ആ ബക്കറ്റിൽ കൊടുക്കണം. നിങ്ങൾ അള്ളി മാത്രമേ റസൂലുള്ളാഹിന്റെ സാസാണ്, ഒട്ടും കുറയണ്ട. നിങ്ങൾ നല്ല നല്ല മുറാദുകളൊക്കെ മനസ്സിൽ വെച്ചോ. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ക്യാഷ് കൊടുക്കണം. ഞാൻ വാള് പറഞ്ഞു പോകുമ്പോ ആരും എണീറ്റ് പോരുത്. എന്റെ കൂടെ വരുന്ന കുട്ടികളല്ലാത്ത ആരും എണീക്കരുത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ട് പരിചയമുള്ളവരല്ലോ. അപ്പോ ഒന്ന് ഇരുന്നിട്ടെങ്കിൽ ആവേശം കൊള്ളിക്കണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു മുനാജാത്തിന്റെ കവിതയുണ്ട്. ലൈറ്റ് ഓഫ് ആക്കിയിട്ടേ വലിയ. ഞാനിപ്പോ ലൈറ്റിന്റെ ശത്രു ഒന്നുമല്ല കേട്ടോ, അല്ലെങ്കിൽ ഇരുട്ടിന്റെ ശത്രു ഒന്നുമല്ല. ആരും അങ്ങനെ കരുതണ്ട. എന്റെ വാദം എന്താ വെച്ചാൽ ലൈറ്റ് ഓഫ് ആക്കൽ തെറ്റാണെന്നില്ല. അങ്ങനെ ചില ആൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മത് കണ്ട് പറയാൻ തുടങ്ങുമ്പോഴേക്ക് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ലൈറ്റ് ഓഫ് ആക്കിയാലേ കരയോ ഒന്ന് വെറുതെ തീർക്കരുത്. കാരണം ഇഷ്ക് എന്ന് പറഞ്ഞാൽ ഉച്ചക്കും ഇഷ്ക് വേണം, രാത്രി ഇഷ്ക് വേണം. പിന്നെ തൗബന്റെ അമ്മയത്തൊക്കെ ഒന്ന് ഓഫ് ആക്കണത് നല്ലതാണ്. അല്ലാതെ ഇപ്പൊ ഈ ഇഷ്ക് പാടുമ്പോ പറയുമ്പോ ഓഫ് ആക്കണത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ല. ലൈറ്റത്തും കേൾക്കണം, ലൈറ്റ് ഓഫ് ആക്കിന്റെ ഇരുട്ടത്തും കേൾക്കണം. രണ്ട് സമയത്ത് കേട്ടിട്ടും കരയണം. അപ്പൊ ഞാൻ കൂടുതൽ വെളിച്ചത്താണ് പറയല്. ഇരുട്ടത്ത് പറയുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്, നമ്മളതിനെ എതിരല്ല. രണ്ട് സ്ഥലത്തും പറഞ്ഞിട്ട് കണ്ണീര് വാർക്കണം. മഹബത്ത് അതാണ്. അല്ലാതെ ഇരുട്ടത്ത് മാത്രമേ മുത്തുനബിയെ കേട്ടാൽ കരയോ എന്നാവരുത്. അതാണ് എന്റെ വിഷയം. അല്ലാതെ ഈ ലൈറ്റ് ആൻഡ് ഓഫ് ആക്കണേ ഞാൻ എതിരൊന്നുമില്ല. ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി തന്നെ ഇൻഷാ അല്ലാഹ് അവിടെ പാട്ട് പാടിയിട്ട് തൗബയും അതിലൊക്കെ പങ്കെടുത്തിട്ട് എനിക്ക് നാളെ രാവിലെ സുബഹിക്ക് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നാളത്തെ രാത്രികത്തെ പ്രോഗ്രാം വളരെ ദൂരെയാണ്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങളൊക്കെ ദ്വാരക്കണം. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബാക്കി ഞാൻ മുഫ്രേപ്പിച്ചുകൊണ്ട് പോവാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പിരിവിന്റെ കാര്യമൊന്നുമില്ലല്ലോ, കൈ പിരിക്കാൻ അങ്ങനത്തൊന്നുമില്ലല്ലോ. ഉണ്ടോ? പാട്ടില് പിരിഞ്ഞാ പോരെ, കയ്യില് പിരിക്കണം. പറഞ്ഞു പാട്ടിൽ എല്ലാവരും നല്ല പൈസ കൊടുക്കണം കേട്ടോ. അവർക്ക് കടബാധ്യതകൾ ഉണ്ടാക്കരുത്. നാടിന് തന്നെ മോശമാണ്. റസൂലുള്ളാഹിന്റെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് കടബാധ്യത പെരടിയിൽ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു മോശമാണത്. അങ്ങനെ വരുത്തരുത്. നല്ല നല്ല സംഖ്യകൾ ഒരു 500 കൊടുക്കാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ കൊടുക്കും. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ എത്രയോ ആളുകൾ 500 എന്ന് മിനിഞ്ഞാന്ന് തന്ന്. ഇന്ന് തരാതിരിക്കരുത്. 500 ഇല്ലാത്തവർ അതിന്റെ താഴെ എത്രയാണ് വലിയ സംഖ്യ കൊടുത്തേക്ക് ഇൻഷാ അല്ലാഹ് വിജയിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ചെയ്തോളി.
ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനത്തിലേക്ക് കടക്കുകയാണ്. 10 മണിയാണ് അവസാനിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് മുനാജാത്ത് പാടി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും എണീറ്റ് നിന്നാൽ ഇൻഷാ അല്ലാഹ് കുറേ നേരം ഇരിക്കണം. ഉസ്താദ് പറഞ്ഞ പോലെ ഈമാൻ പൂർണ്ണമാവാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബത്ത് നിർബന്ധമാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം വിശ്വസിച്ചാൽ മുസ്ലിം ആവില്ല. അതിന്റെ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് വെക്കുമ്പോഴേ ഒരാൾ പരിപൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ. അത്തരത്തിൽ ഹബീബായ തങ്ങളെ നെഞ്ചോട് ചേർത്ത് അവിടുത്തെ ഷഫാഅത്ത് കിട്ടാൻ കാരണമാകുന്ന ഒരു സദസ്സാക്കി അള്ളാഹു ഇതിനെയൊക്കെ മാറ്റിത്തരട്ടെ. ഹബീബായ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന അവിടുത്തെ ഖബൂലിയത്തുള്ള അവിടുത്തെ ഇഷ്ടം കിട്ടുന്ന സദസ്സാക്കി അള്ളാഹു ഇതിനെ മാറ്റിത്തരട്ടെ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നാട്ടിലുള്ള ഓരോരുത്തരിലും അള്ളാഹു ബറക്കത്ത് ഏറ്റി നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. മദീനത്തെ പള്ളീന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെ ചിന്തിച്ച് ആ പച്ച ഖുബ്ബ ഇങ്ങനെ കണ്ട് ഇൻഷാ അല്ലാഹ് പാടുന്ന മദ്ഹ് ഓരോ വരികളും നെഞ്ചോട് ചേർത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് വിടവാങ്ങണം. ഈ സദസ്സ് നമ്മുടെ ജീവിതത്തിൽ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് കൂടാൻ കാരണമാകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മണിമുത്ത് നൂറുളിവേ മദ്ഹോദി ഞാൻ നിലാവേ മാനസം ത്വയ്ബായിൽ ചേർത്തിവൻ പാടിനേതാവേ എന്നെ മാദിഹ്യങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ മണിമുത്ത് നൂറൊളിവേ മദ്ഹോദി ഞാൻ നിലാവേ മാനസം ത്വയ്ബായിൽ ചേർത്തിവൻ പാടിനേതാവേ എന്നെ മാദിഹ്യങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തങ്ങളെ ഞാൻ എന്ന് കാണും കാലമറിയില്ല എൻ്റെ നോവു തീരാൻ മദ്ഹ് മാത്രം വേറെ ശിഫയില്ല നാടുനീളെ ഞാൻ നടന്ന് നാവിലങ്ങു നിറഞ്ഞു നിന്ന് നാടുനീളെ ഞാൻ നടന്ന് നാവിലങ്ങു നിറഞ്ഞു നിന്ന് നായക അങ്ങേക്കു പ്രിയനായി മാറിടണമൊന്ന് നാളെ റൂഹ് പിരിയാൻ കനിയണം തിരു ഹളറത്തിൽ നിന്ന് അരികില്ലണയാൻ കൊതിച്ചു ഞാനെന്നും പാടില്ലേ എൻ ഗീതം കേട്ട് മുഹിബ്ബുകളെല്ലാം തേങ്ങിയില്ലേ ഞാൻ കോർത്ത ഇഷ്ഖിൻ വരികൾ ഖൽബാകം ചേർത്തവർ പലരും മദീനയിലെത്തി ഞാൻ മാത്രം ബാക്കിയായി നബിയോരെ ഞാൻ പാടിത്തളർന്നല്ലോ കിനാവിലെങ്കിലുമൊന്ന് വരൂ തിങ്കളേ കുളിരേകൂ തെന്നലേ ഖൈറുൽ വറാം ത്വഹ ഖൈറാം ഹബീബേയ ഇവനെന്നണയും ചാരെ തിരുനബിയേ എൻ മാനസപ്പൂവേ നോവെല്ലാം പാടിടാൻ വേദന തീർത്തിടാൻ വരണം മദീനയിലേക്ക് തിരുനബിയേ എൻ മാനസപ്പൂവേ പുന്നാരപ്പൂവിൻ്റെ കവിൾ തടമെന്തൊരലങ്കാരം
പൊന്നൂറിൻ്റെ പ്രഭാകിരണങ്ങൾക്കെന്തു ചമൽക്കാരം. പുഞ്ചിരി കണ്ടാൽ അതുമതി ജീവിത വിജയ പുരസ്കാരം. പഞ്ചാരപ്പൂ മേനി മണത്തവരിരുജഗമിൽ താരം. എന്നാണെന്റെ കിനാ കൊതി തീരണ രാവ് റസൂലല്ലാ. ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. എന്നാണെന്റെ കിനാ കൊതി തീരണ രാവ് റസൂലല്ലാ. ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. من رأى وجهك يسعد يا رسول الله. من رأى وجهك يسعد يا حبيب الله. മുത്ത് റസൂലുള്ളാഹേ ഞാൻ കണ്ടിടുവാനായി എത്ര കൊതിത്ത്. മുത്താറ്റൻ നൂറുള്ളാന്റെ സ്വലാത്തു മുരത്തതിനായി ആശിത്ത്. മുത്ത് റസൂലുള്ളാഹേ ഞാൻ കണ്ടിടുവാനായി എത്ര കൊതിത്ത്. മുത്താറ്റൽ നൂറുള്ളാന്റെ സ്വലാത്തു മുരത്തതിനായി ആശിത്ത്. മുത്തഖിയല്ലേലും തങ്ങളെ കാണും നബവി മധുരത്ത്. മുത്തഖിയല്ലേലും തങ്ങളെ കാണും നബവി മധുരത്ത്. മുത്തേ ഞാൻ എന്ന് തുടങ്ങിയതാണീ വേദന കോർത്തിടും വൈത്ത്. മുത്തേ ഞാൻ എന്ന് തുടങ്ങിയതാണി വേദന കോർത്തിടും വൈത്ത്. ആരംഭപ്പൂനബിയാരെ കണ്ടവരെ കണ്ടാൽ ആദരവോടെ ഞാൻ നോക്കിയിരുന്നത് കൊതി കൊണ്ടാ. പുന്നാരപ്പൂനബിയാരെ കണ്ടവരെ കണ്ടാ ആദരവോടെ ഞാൻ നോക്കിയിരുന്നത് കൊതി കൊണ്ടാ. ആഗ്രഹമേറുന്നുണ്ടെന്റെ കനവിൽ നബി വന്നാൽ. മൻ റആ വജ്ഹക യസ്അദ് യാ റസൂലല്ലാഹ്. മൻ റആ വജ്ഹക യസ്അദ് യാ ഹബീബല്ലാഹ്. എത്ര പാട്ടു പാടിയിട്ടും എത്ര രാവു തേടിയിട്ടും മുത്ത് നബി പൂമുഖം ഞാൻ കണ്ടതേയില്ല. എത്ര പാട്ടു പാടിയിട്ടും എത്ര രാവു തേടിയിട്ടും മുത്ത് നബി പൂമുഖം ഞാൻ കണ്ടതേയില്ല. അത്രയധികം ദൂരത്താണോ ഞാൻ ഹൃത്ത് കീറി തേടിടുന്നു ഞാൻ. അത്രയധികം ദൂരത്താണോ ഞാൻ ഹൃത്ത് കീറി തേടിടുന്നു ഞാൻ. ഇഷ്ടമുള്ളവനാണ് എന്നെ മറക്കരുതേ. ഇഷ്ടമില്ലെന്നോടങ്ങ് വിധിക്കരുതേ. തെറ്റുപറ്റിപ്പോയതിനാൽ വെറുക്കരുതേ. അറ്റമില്ലാ ദൂരത്തെന്നെ അകറ്റരുതേ. വാളെടുത്ത് വീറോടെ ശിരസ്സറുക്കാനണഞ്ഞ ഉമറോരിലങ്ങു കനിഞ്ഞത് അഫുവിൻ കരമല്ലേ. വാരിപ്പുണർന്നങ്ങന്ന് വാനോളം ദറജ കനിഞ്ഞ് മാപ്പു നൽകി ജന്നത്തുണ്ടെന്നങ്ങ് മൊഴിഞ്ഞില്ലേ. വാളെടുത്ത് വീറോടെ ശിരസ്സറുക്കാനണഞ്ഞ ഉമറോരിലങ്ങു കനിഞ്ഞത് അഫുവിൻ കരമല്ലേ. വാരിപ്പുണർന്നങ്ങന്ന് വാനോളം ദറജ കനിഞ്ഞ് മാപ്പു നൽകി ജന്നത്തുണ്ടെന്നങ്ങ് മൊഴിഞ്ഞില്ലേ. വാത്സല്യക്കടലേ അങ്ങ് 6 അടി മണ്ണിൽ പോലും
ആനന്ദത്താലെ ചേർത്തിയുറക്കിയതജബല്ലേ. വാത്സല്യക്കടലെ അങ്ങ് 6 അടി മണ്ണിൽ പോലും ആനന്ദത്താലെ ചേർത്തിയുറക്കിയതജബല്ലേ. പാടി പാടി ഞാൻ തളർന്ന് വാടി വാടി നെഞ്ചു പിളർന്ന്. പാടി പാടി ഞാൻ തളർന്ന് വാടി വാടി നെഞ്ചു പിളർന്ന്. പാവമെന്നോടങ്ങൊന്ന് മാപ്പു വിധിക്കില്ലേ. എന്തൊരധികം പാപിയാണേ ഞാൻ, ചിന്തയിൽ ബേജാറിലാണേ ഞാൻ. തങ്ങളെന്നെ കൈവെടിഞ്ഞാൽ ഞാൻ തമ്പുരാനോടെന്ത് പറയും ഞാൻ. എത്ര പാട്ടുകൾ പാടി ഞാൻ മദ്ഹുൻ നബി, ബെത്തപ്പാടായി ഒന്നു കാണാൻ എൻ്റെ നബി. എത്ര പാട്ടുകൾ പാടി ഞാൻ മദ്ഹുൻ നബി, ബെത്തപ്പാടായി ഒന്നു കാണാൻ എൻ്റെ നബി. ഇനിയുമാ പൊന്നൂറെ കണ്ടില്ലെങ്കിൽ ഞാൻ ആകയില്ലാതായിടും യാ റബ്ബനാ. ഇനിയുമാ പൊന്നൂറെ കണ്ടില്ലെങ്കിൽ ഞാൻ ആകയില്ലാതായിടും യാ റബ്ബനാ. യാ വലി യൽ ഹസനാതി യാ റഫീ അദ്ദറജാതി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഫീറൻ അന്നി ദുനൂബി വഗ്ഫീറൻ ലിസയ്യിആതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു വസല്ലം. അൻത ഗഫാറുൽ ഖതായാ വദ്ദുനൂബിൽ മുബിഖാതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു വസല്ലം. അൻത സാത്താറുൽ മസാവി വമുഖീലുൽ ആസറാതി. സല്ലല്ലാഹു عليه وسلم. علموا سري وأخفى مستجيب الدعوات. صلى الله على محمد صلى الله وسلم. ربنا ارحمنا جميعا بجميع الصالحات. ربنا ارحمنا جميعا بجميع الصالحات. ربنا ارحمنا جميعا بجميع الصالحات. آمين 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 يا رب العالمين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ഭൂമി മീതെ ദോഷികളായി വാഴ്ന്നിടുന്ന ഞങ്ങളെ ഭൂപതിയാം റസൂലുള്ളാന്റെ കാവലേഖ് റബ്ബനാ. അസ്സലാത്തു
വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മരണമെന്ന ശരണക്കേട് തരണം ചെയ്യും നാളില് മരണമെന്ന ശരണക്കേട് തരണം ചെയ്യും നാളില് മന്നവാനിൻ റസൂലുള്ളാന്റെ കാവലേഗ് റബ്ബനാ അസ്സലാത്ത് വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഇടുക്കമേറും ഖബറിൽ ഞങ്ങളെ അടക്കി മൂടും നാളിലെ ഇടുക്കമേറും ഖബറിൽ ഞങ്ങളെ അടക്കി മൂടും നാളിലെ ഉടയവാനിൻ റസൂലുള്ളാന്റെ കാവലേഗ് റബ്ബനാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മർഹബാ യാ നൂറ ഐനി മർഹബാ ജദൽ ഹുസൈൻ മർഹബാ അഹ്ലൻ വസഹ്ലാ മർഹബാ യാ خير داع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്, നമ്മൾ അവസാനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വളരെ നമ്മുടെ ഹൃദ്യമായ നമ്മുടെ ഹൃദയങ്ങളെ കോരിത്തരിപ്പിച്ച ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി ഉസ്താദ് റഷാദ് കാവനൂർ നമ്മൾ ചെറിയൊരു ദുആയോടെയാണ് ഈ സദസ്സ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സദസ്സുമായിട്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഈ സ്ഥലം തന്ന് നമുക്ക് ഇവിടെ സൗകര്യമൊരുക്കി തന്ന, ഇതിനു വേണ്ടി സംഭാവന ചെയ്ത പ്രിയപ്പെട്ട ബാബ സാഹിബ്, അതുപോലെ തന്നെ മറ്റൊരുപാട് സഹോദരങ്ങൾ, മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിൽ വിവിധങ്ങളായിട്ടുള്ള ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. ഈ പരിപാടിയുമായി സഹകരിച്ച ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ഈ നഗരി ഒരുക്കിയിട്ടുള്ളത് നമ്മുടെയൊക്കെ അഭിവന്യ ഗുരുനാഥരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യ കാര്യദർശിയുമായിരുന്ന ഷെയ്ഖുന ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദിന്റെ അമരസ്മരണയിലാണ് ഈ നഗരിയുടെ സമ്മേളിച്ചിട്ടുള്ളത്. മഹാനായ ഉസ്താദ് അവരുടെ പാരത്രിക ദറജ അള്ളാഹു ഉയർത്തി, അവിടുത്തെ പരലോകത്ത് അള്ളാഹു വലിയ ഉന്നതമായ പദവികൾ, ബഹുമതികൾ അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മൾ ഈ സദസ്സ് അവസാനിക്കുമ്പോൾ ദുആ ചെയ്യുകയാണ്.
എല്ലാവർക്കും വേണ്ടി ചെറിയൊരു പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് പങ്കെടുത്തവർക്കൊക്കെ പ്രത്യേകമായി ഇതിന്റെ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. ചെറിയൊരു തബറുക്കിന്റെ ഭക്ഷണമുണ്ട്, അത് എല്ലാവർക്കും നൽകുന്നുണ്ട്. അത് എത്രത്തോളമായി എന്ന് അറിയൂല. എന്നിരുന്നാലും അൽഹംദുലില്ലാ ഈ വരവും ഈ ഇരുത്തവും നമ്മൾക്ക് ഇനിയും വരും വർഷങ്ങളിലും ഇതുപോലെ ഒരുമിച്ച് കൂടണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആയോടെ, ഹ്രസ്വമായ ലഘുവായ ഒരു ദുആയോടെ നമ്മുടെ ഈ സദസ്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നമ്മുടെ സദസ്സിൽ ഇരിക്കുക, നമ്മൾ ദുആ ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി നിർബന്ധിച്ചിട്ടാണ് ദ്വാരക്കണത്. ഇവിടെ വലിയ വലിയ ഉസ്താമാരൊക്കെ ഉണ്ട്, ദ്വാരക്കാൻ ഒരു യോഗ്യനല്ല. ഇൻഷാ അല്ലാഹ് വലിയ വലിയ ഉസ്താമാരെ ദുആന്റെ ആമീൻ കൊണ്ട് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. الحمد لله الذي جعلنا من أمة سيدنا محمد صلى الله عليه وسلم وأنعم علينا بالإيمان وهدانا إلى دين الإسلام. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم أوصل وبلغ مثل ثواب ما قرأنا من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة النبي محمد مصطفى صلى الله عليه وسلم. اللهم وإلى حضرة آبائه وإخوانه من الأنبياء والمرسلين. اللهم وإلى حضرة أزواجه الطاهرات أمهات المؤمنين. اللهم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك. اللهم أمدنا بمددهم وانفعنا بمحبتهم وانصرنا بنصرتهم يا خير الناصرين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله وتوفنا مسلمين وألحقنا بالصالحين. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين والمؤمنات. رب ارحمهما كما ربونا صغارا. അല്ലാഹുവേ, ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞത് എൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. ഇവിടെ ഇരുന്ന ഓരോ സെക്കൻഡുകളും ഞങ്ങളുടെ ഓരോ പാപങ്ങളും പൊറുക്കപ്പെടാൻ നീ കാരണമാക്കണേ അല്ലാഹുവേ. ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി നിന്റെ മിസ്ല സവാബിനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങൾ വല്യപ്പമാര് വല്യമ്മമാര്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, ഈ നാട്ടിലും മറവ് ചെയ്യപ്പെട്ടവർ, അവരുടെയൊക്കെ ഹദ്റാത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അവരൊക്കെ ഇത് കണ്ട് സന്തോഷിക്കാൻ കാരണമാക്കി തന്നെ അല്ലാഹുവേ. ഞങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് വഹദ് ഉച്ചരിച്ച് മരിക്കാൻ ഈ സദസ്സൊക്കെ നീ ഒരു കാരണമാക്കി തന്നെ അല്ലാഹുവേ. ഹബീബായ തങ്ങളുള്ള മഹബത്ത് ഞങ്ങളെ ഖൽബിൽ ഓരോ സെക്കൻഡും കൂട്ടി തരണേ റബ്ബേ. അവിടുത്തെ ഇഷ്ടത്തിലായി ജീവിച്ച് നിന്റെ പൊരുത്തത്തിലായി ഈമാൻ കിട്ടി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹു. എല്ലാവിധ അപകടങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, മറ്റു മാനസികമായ ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങളെ കാക്കണം റബ്ബേ. അല്ലാഹുവേ, പലരും പല ഉദ്ദേശങ്ങൾ വെച്ചാണ് ഇവിടെ വന്നത്. എല്ലാവരുടെയും ഖൈറും ഹലാലുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണം റബ്ബേ. ഞങ്ങളൊക്കെ എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും നൽകണേ പടച്ചോനെ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ഈ സദസ്സിന് വേണ്ടി ഒരുമിച്ച് കൂടിയവർ, ഇതിനു വേണ്ടി ഓടി നടന്നവർ, ഇതിന്റെ സാമ്പത്തികമായും ശാരീരികമായും ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സദസ്സിനെ സഹായിച്ചവർ, അവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. നാളെ നിന്റെ സ്വർഗീയ ലോകത്ത് സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ ഇതൊക്കെ ഒരു കാരണമാക്കി തന്നെ അല്ലാഹ്. ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.
ശേഷം 5 മണിക്ക് പതാക ഉയർത്തി മൗലിദ് സദസ്സോട് കൂടി ആരംഭിച്ചതാണ്. ശേഷം മജ്ലിസ് നൂറ്, ഇഷ്ക് മജ്ലിസ് എല്ലാം അൽഹംദുലില്ലാ വളരെ ഭംഗിയായിട്ട് നടന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇതിന് നേതൃത്വം നൽകിയ ഒരുപാട് ഉസ്താദന്മാരുണ്ട്. നിസാർ ഉസ്താദ്, അതുപോലെ തങ്ങൾ ഉസ്താദ്, നമുക്ക് ഏറ്റവും പ്രവാചകന്റെ കുറിച്ച് അനുരാഗത്തിന് ഒരുപാട് മദ്ഹ് പറഞ്ഞ് ജലീൽ റഹ്മാൻ ഉസ്താദ്, അതുപോലെ റഷാദ് കാവന്നൂര്, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതേപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി പിരിച്ചുവിട്ടായി കേൾക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.